ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധനത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അത്ഭുത മന്ത്രിയും വീരനാ ദൈവവും നിത്യപിതാവും അത്രേ. സ്തോത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ഒരിടത്തും എന്തില്ല? സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. ദേശങ്ങൾ നോക്കുമ്പോൾ, കുടുംബങ്ങൾ നോക്കുമ്പോൾ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുടുംബത്തിനകത്ത് ഭക്ഷണം ഒരുക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ സമാധാനമില്ല. രാത്രി കിടന്നുറങ്ങാൻ സമാധാനമില്ല. വ്യത്യസ്തമായ നിലവാരത്തിനകത്ത് തീ പോലെ ആളിക്കത്തുന്ന തീച്ചൂള പോലത്തെ അനുഭവങ്ങൾ അനേക കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ ഭവനങ്ങളിൽ മദ്യം കടന്ന് അകത്ത് മദ്യപിച്ച് തലമുറകൾക്ക് സ്വസ്ഥതയില്ലാത്ത കാലഘട്ടം. എത്രയോ തലമുറകൾ മദ്യത്തിന് അടിമയായ അപ്പനെ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം, അമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. സ്വത്ര സഹോദരങ്ങളെ, കൂട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. അപ്പൻ മക്കളെ കൊല്ലുന്നു മദ്യത്തിന് അടിമപ്പെട്ട്. മക്കൾ അപ്പനമ്മമാരെ കൊല്ലുന്നു. ഒന്നും രണ്ടും മൂന്നും നാലും പേരെ ഒരാൾ തന്നെ കൊല്ലുന്നു. നമ്മളെല്ലാവരും പത്രങ്ങളിലും വാർത്തകളിലും കേൾക്കുന്നതാണ്. അനേകായിരങ്ങൾ സ്വത്രം ഈ രാത്രി ഒരുമിച്ച് കണ്ട അനേകർ പിറ്റേ പ്രഭാതം കാണാൻ കഴിയാതെ സ്വത്രം വാളിന് ഇരയായി വീഴുക മാത്രമല്ല, പിറ്റേ ദിവസം അതിന് മുഖത്ത് മുഖം മൂടി ഇങ്ങനെ ആരും കാണാതിരിക്കാൻ ക്യാമറയുടെ മുമ്പിൽ എത്രയോ പേര് ഒളിച്ചിരിക്കുന്ന രംഗമാണെന്ന് കാണുന്നത്. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. മദ്യം മനുഷ്യനെ കീഴടക്കൊണ്ടിരിക്കുന്നു, ലഹരി വസ്തു മനുഷ്യനെ കീഴടക്കൊണ്ടിരിക്കുന്നു. സ്വസ്ഥത കുടുംബങ്ങളെ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാ, എവിടെ സമാധാനം കിട്ടുമെന്ന് ജനം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനം ഇനി ഒരു ആത്മഹത്യയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന അനേകായിരങ്ങൾ. സ്തോത്രം. വിഷത്തിന്റെ വിഷം കയ്യിലെടുത്ത് ഇനി ഇത് മാത്രമേ അവസാനമായിട്ടുള്ളൂ എന്ന് വിഷത്തെ കയ്യിലെടുത്ത് ഇനി ആത്മഹത്യ തന്നെ പരിഹാരമെന്ന് ആത്മഹത്യക്ക് വേണ്ടി ഓടുന്ന അനേകായിരം ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഞാൻ വിളിച്ചു പറയാ, മദ്യം നിന്നെ രക്ഷിക്കയില്ല, ആത്മഹത്യ പരിഹാരമല്ല. നിന്റെ മദ്യം നിന്റെ കുടുംബത്തെ മുടിക്കും, നിന്റെ തലമുറകളെ തകർക്കും, നിന്റെ സമാധാനത്തെ കെടുത്തും. സ്വത്രം നിന്നെ മൃഗ തുല്യമാക്കി മാറ്റും. അപ്പനെ നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും, അമ്മയെ തിരിച്ചറിയാൻ പറ്റാതെ വരും, മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ വരും. ലഹരി വസ്തു നിന്നെ അടിമയാക്കി നരകത്തിന്റെ തീക്കകത്ത് കൊണ്ടുപോകും. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, രക്ഷപ്പെടാൻ മരുന്ന് പോരാ. രക്ഷപ്പെടാൻ ലോകത്തിലുള്ള ഒരു വ്യക്തിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയാ, രക്ഷിക്കാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഇന്ന് രാത്രി രക്ഷപ്പെടണോ, വിടുവിക്കപ്പെടണമോ? ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ വിഷയം അതല്ല എങ്കിൽ പോലും ഞാൻ പറയട്ടെ, 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യമാണ് എന്റെ വിഷയം. പക്ഷേ സ്വത്രം യോഹന്നാൻ 14:27 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ച് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, നീ ഒരുപക്ഷെ എന്തുണ്ടെങ്കിലും സമാധാനം കാണുകയില്ല. എന്തൊക്കെ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെട്ട് കാണും. ഇനി എന്തിന് ജീവിക്കുന്നു? ഇനി എന്തിന് ഞാൻ മുന്നോട്ട് പോകുന്നു? ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ഇനി എന്തിന് ഈ ഭൂമിയിൽ കിടക്കുന്നു? മരിച്ചു കളയാ. സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, മക്കളെ കൊണ്ട് സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, ഭാര്യയെ കൊണ്ട് സമാധാനമില്ല, മാതാപിതാക്കളെ കൊണ്ട് സമാധാനമില്ല. അലയുന്ന പൈതലെ, സമാധാനം തരാൻ ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശു ക്രിസ്തു. ആ യേശു സമാധാനത്തിന്റെ പ്രഭു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സമാധാന പ്രഭുവായ ഒരാളെ ഉള്ളൂ, അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭവനത്തിൽ ദുഃഖത്തിലിരിക്കുമ്പോൾ ഞാൻ അവിടെ പോകാനിടയെത്തിരുന്നു. അവരെ കണ്ണീരോടെ പറഞ്ഞൊരു വരിയുണ്ട്. എൻ്റെ മകൻ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന പൈതലാണ്. യേശുവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടും ഒക്കെ എൻ്റെ പൈതൽ ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, ആമേൻ, ആദ്യം അവൻ പ്രാർത്ഥന
പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ ജയമെടുത്തു. അവന് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എൻ്റെ മകനെ അതീവമായി വേദനിപ്പിച്ചു. എൻ്റെ വീട്ടിനകത്ത് അവന് കയറാൻ പറ്റാതായി. പിന്നെ മദ്യം എൻ്റെ ഭർത്താവിനെ തകർത്തിട്ട് മകനെ കാണുമ്പോൾ കണ്ണ് കാണാൻ പറ്റത്തില്ല. അവനെ വെട്ടണം, കൊല്ലണം. അവൻ ജീവനും കൊണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങി. ആദ്യമൊന്നും എൻ്റെ ഭർത്താവ് ഇങ്ങനെ അല്ലായിരുന്നു. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മദ്യപിച്ച് വന്നപ്പോൾ ആ മനുഷ്യന്റെ ശരീരം മദ്യം കൊണ്ട് നിറഞ്ഞപ്പോൾ പിന്നെ ഭാര്യയെ തിരിച്ചറിയുന്നില്ല. ഞാൻ ഇറങ്ങി ഓടും, എവിടെയെങ്കിലും കാട്ടിൽ കിടക്കും. എൻ്റെ മകനും അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ സ്നാനപ്പെട്ടവനാണ്, അവൻ ദൈവകൃപ ഭാവിച്ചവനാണ്. എന്നാൽ ജോലി കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്ന് അവന് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ആയി വരാന്തയിൽ ഇരിക്കാൻ സമ്മതിക്കായപ്പോൾ സുബോധം നഷ്ടപ്പെട്ട ഭർത്താവ് അടിച്ചടിച്ച് വരാന്തയിൽ നിന്ന് വിരട്ടിയപ്പോൾ അവൻ മദ്യപാനിയായി. ഇന്ന് ദേശത്തിനും കുടുംബത്തിനും പട്ടണങ്ങൾക്കും അനേകരെ തകർക്കുന്ന ഒരാളായി മാറി. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, അപ്പന്റെ മദ്യപാനമാണ്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ കുടുംബത്തെ മുടിക്കുന്ന ഈ മദ്യം നീ മതിയാക്ക്. ഇന്ന് രാത്രി ഇതിനെ വിടുവിക്കുവാൻ, ഒരു സമാധാനം തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് മാത്രമേ കഴിയൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറെ ഒറ്റ നാമവുമില്ല. യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ഈ നാമത്തിന്റെ മുൻപിൽ മദ്യത്തിന്റെ കെട്ട് പൊട്ടും. ഈ നാമത്തിന്റെ മുൻപിൽ അത്ഭുതം സംഭവിക്കും. ഈ നാമത്തിന്റെ മുൻപിൽ വിടുതൽ ഉണ്ട്. ഈ നാമത്തിന്റെ മുൻപിൽ കെട്ടുകൾ പൊട്ടും. ഈ നാമത്തിന്റെ മുമ്പിൽ ദുർഭൂതങ്ങൾ തകരും. ഈ നാമത്തിന്റെ മുമ്പിൽ പൂജകൾ കത്തും. ഈ നാമത്തിന്റെ മുമ്പിൽ ശുദ്രങ്ങൾ കത്തി എരിഞ്ഞമരും. പാപശക്തികൾ ഉടയ്ക്കും. ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവന തലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വചനം തീയായി ഇറങ്ങി ചില കുടുംബങ്ങൾക്കകത്തുള്ള പാരമ്പര്യത്തിന്റെ തായ്വേരുകളെ ഇന്ന് രാത്രി സ്വർഗം വെട്ടുകയാ. ഗ്ലോറി, ദൈവത്തിന് സ്വത്ര. യേശുവിന് ശക്തിയുണ്ട്. മറ്റൊരിടത്തും ഒരു രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരു സ്ഥലമേ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന സ്ഥലം. ഒരു നാമമേ ഉള്ളൂ രക്ഷിക്കപ്പെടാൻ, അത് യേശു എന്ന നാമം. യോഹന്ന സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യം പറയുന്നു, യോഹന്ന സുവിശേഷം, പൈതലേ, ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പാപി രക്ഷിക്കാൻ യേശു ഈ ലോകത്തിൽ വന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ പാപത്തിന്റെ അടിമയാണോ? കുടുംബത്തിനകത്ത് ഒരു നല്ല ഭർത്താവായി ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയാതെ, നല്ല ഭാര്യയായി ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയാതെ, നല്ല മക്കളായി ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയാതെ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാതെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ അടിത്തട്ടിൽ മദ്യം മാത്രമല്ല, ലഹരി മാത്രമല്ല, പാപം, എന്തെല്ലാം പാപജീവിതം ഈ ലോകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പാപത്തിൽ കിടക്കുന്നെങ്കിൽ എത്ര കടും ചുവപ്പുള്ള പാപത്തെയും ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ അധികാരമുള്ള ഒരാളെ ഉള്ളൂ, അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. അതാണ് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്ന 1 തിമോഥെയോസ് അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. ലോകത്തിൽ എന്തിനാ യേശു വന്നേ? പാപിയെ രക്ഷിപ്പാൻ. മറ്റാർക്കും പാപത്തെ മോചിപ്പിക്കാൻ അധികാരമില്ല. ആ യേശുവിനെ പോലെ ഇന്ന് വരെ ആരും സംസാരിച്ചിട്ടില്ല. ആ യേശുവിനെ പോലെ ഇന്ന് വരെ ആരും ജീവിച്ചിട്ടില്ല. ആ യേശുവിനെ പോലെ പാപമില്ലാത്ത ഒരുവൻ ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ, പാപിക്കായി ഇറങ്ങി വന്ന ഒരാൾ. അതാരാ? ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ യേശു ഇന്ന് ഈ ദേശത്ത് നിന്റെ പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് ക്രിസ്തുവിന്റെ ഒത്ത പൈതലാക്കി മാറ്റാൻ, ഏത് കടുംചുവപ്പുള്ള പാപത്തെയും ഹിമത്തെ പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു കൺവെൻഷൻ സ്ഥലത്ത് ഒരു വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു ദൈവ മനുഷ്യൻ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 67 വരെ കൊന്ന് 68ാമത്തെ ആളാണ് ഈ പ്രസംഗിക്കുന്ന ദൈവദാസൻ. 68ാമത്തെ ആളിനെ കൊല്ലാൻ വാളുമായി, ആയുധങ്ങളുമായി
വന്ന് കാത്ത് പൈസയും വാങ്ങി കാത്ത് സ്വത്രം ഈ ജനക്കൂട്ടത്തിന്റെ ബാക്കിൽ നിൽക്കുമ്പോൾ, ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ്. ഈ ദൈവ മനുഷ്യൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇയാളെ കൊല്ലണം, ഇയാളെ കൊല്ലണം. 68ാമത്തെ വ്യക്തിയാണ് ഈ ദൈവ മനുഷ്യൻ. അപ്പോൾ ജനത്തിന്റെ ബാക്ക് അറ്റത്ത് ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്ക് അറ്റത്ത് തന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. 67 എണ്ണത്തിനെ കൊന്ന കത്തിയും തന്റെ കയ്യിലുണ്ട്. സ്വത്രം സകല കഴിവുകളോടും കൂടെ പിശാചിനാൽ പിടിപെട്ട് അടുത്ത ഇരയെ കൊല്ലാൻ പൈസയും വാങ്ങി പാക്കറ്റിലിട്ട് വന്ന് ബാക്കറ്റ് നിൽക്കുകയാണ്. എന്നാൽ ഈ ദൈവ മനുഷ്യൻ സ്റ്റേജിൽ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ ഈ കൊല്ലാൻ വന്ന വ്യക്തി ബാക്കിൽ നിന്ന് പ്രസംഗത്തിന്റെ ഇടയിലേക്ക് ഓടി പ്രസംഗ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ഓടി വന്ന് വീഴുകയാണ്. വീണിട്ട് ഈ ദൈവ മനുഷ്യനോട് ചോദിച്ചു, ദൈവ മനുഷ്യ, താങ്കൾ പ്രസംഗിക്കുന്ന യേശുവിനുണ്ടല്ലോ 67 വരെ കൊന്ന എനിക്ക് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവിന് കഴിയുമോ? നോക്കിക്കേ, എന്റെ കയ്യിലെ വാള് കണ്ടോ, എന്റെ കയ്യിലെ ആയുധങ്ങൾ കണ്ടോ? 68ാമത്തെ ഇര താങ്കളാണ്. താങ്കളെ കൊല്ലാൻ വാങ്ങിയ പൈസയുമായിട്ട് വാളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ കൊല്ലാമെന്ന എന്നെ നീ പ്രസംഗിക്കുന്ന യേശുവിന് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഈ ദൈവ മനുഷ്യൻ പറഞ്ഞൊരു വരിയുണ്ട്, മിണ്ടാന്നില്ല, നിന്നെ രക്ഷിക്കും, ദൈവം രക്ഷിക്കും, പ്രസംഗം കഴിയട്ടെ, രക്ഷിക്കും. ഇയാൾ വിട്ടില്ല, അലറി വിളിക്കുകയാണ്. സ്വത്രം അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, 67 വരെ കൊന്ന ഒരു കൊലപ്പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. പോലീസ് മൊത്തം അവിടെ എത്തി. ദൈവത്തിന് സ്വത്രം. ഈ പ്രസംഗം കഴിഞ്ഞു. ഈ മനുഷ്യൻ പിൻ സ്റ്റേജിൽ കൊണ്ടുപോയി ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് ഇയാളുടെ പാപം മുഴുവൻ പോയി. തീർന്നില്ല, ഈ മനുഷ്യൻ അലറി വിളിക്കാൻ തുടങ്ങി. 67 എണ്ണത്തിനെ കൊന്നവരെ അഡ്രസ് പറയാൻ തുടങ്ങി, പേര് പറയാൻ തുടങ്ങി, എത്ര രൂപ വാങ്ങി എന്ന് പറയാൻ തുടങ്ങി, സ്ഥലം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ പോലീസ് തന്നെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോൾ പോലീസിനോട്, സാർ, ഇതാ ഞാൻ ഇത്ര പേരെ കൊന്നു, ഇത്ര മണിക്കാണ് ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ന ആളിനെ കൊന്നത്, ഇത്ര രൂപ വാങ്ങിയിട്ടാണ് കൊന്നത്, കണ്ടോ, കൊന്ന ആയുധങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഒന്നൊന്നായി മനുഷ്യൻ നിരത്തുമ്പോൾ അവിടെയുള്ള പോലീസ് പറഞ്ഞു, നിനക്കെന്തോ വട്ട് പിടിച്ചു, നിനക്കെന്തോ, നീ ഒരു ഭ്രാന്തനാണ്. ഒരാൾ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്ത് കാണും, ഇയാളങ്ങ് വിട്ടേക്കാം. 67 എണ്ണത്തിന് കൊന്നവനെ ഒരു ശിക്ഷയുമില്ലാതെ പോലീസ് വിട്ടു. ഇയാൾ വീണ്ടും അലറി വിളിക്കുകയാണ്, സാർ, എന്നെ ശിക്ഷിക്കണം, നിരപരാധികളായ 67 എണ്ണത്തിന് ഞാൻ കൊന്നു, എന്നെ ശിക്ഷിക്കണം. അവിടെ നിന്ന് പോലീസ് അയാളെ ഇറക്കി അങ്ങ് വിട്ടു, വെറുതെ അങ്ങ് വിട്ടു. സ്വത്രം അവിടെ നിന്ന് ഇറങ്ങി കൊന്ന ഓരോ വീടുകളിലായിട്ട് ഈ മനുഷ്യൻ ഭ്രാന്തനെ പോലെ, കാരണം അയാൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ പാപം ഉണർന്നു. അയ്യോ, ഞാൻ ഇത്രയും പേരെ കൊന്നവനാണല്ലോ. പാപം ഉണർന്നപ്പോൾ അയാൾക്ക് ഇരിക്കാൻ പറ്റിയില്ല, ഒളിച്ചിരിക്കാൻ പറ്റിയില്ല, ഓടി ഓരോരുത്തർ വീടുകളിലായിട്ട് ചെന്നു. യേശു ക്രിസ്തു ഇയാളെ വീടുകളിൽ എത്തുന്നതിന് മുൻപേ യേശു അവരുടെ വീട്ടിനകത്ത് പോയി അവരുടെ മനസ്സിനെ മാറ്റി നിർത്തി. ഈ കൊലയാളി വീട്ടിൽ ചെന്ന് ചോദിക്കും, തട്ടി വിളിച്ച് അവരോട് പറയേ, നിങ്ങളുടെ മകനെ ഉണ്ടല്ലോ ഇന്ന സ്ഥലത്ത് വെച്ച് കൊന്നത് ഞാനാ, നിങ്ങളുടെ ഈ ഭർത്താവിനെ ഉണ്ടല്ലോ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാനാ കൊന്നേ, നിങ്ങൾക്ക് ഇതുവരെ തെളിവില്ലാത്തോണ്ട് പിടിച്ചില്ലല്ലോ, ഞാനാ ആള്. ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ, ഓരോ വീടുകളിൽ പോയി പറയുമ്പോൾ അവർ പറയുന്നൊരു വരിയുണ്ട്, എനിക്ക് നിങ്ങളോട് വിരോധം ഇല്ല, എനിക്ക് നിങ്ങളോട് പിണക്കം ഇല്ല. ഇതാരാവരുടെ മനസ്സ് മാറ്റി? യേശു. ഈ മനുഷ്യന്റെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടു. ഇവിടെ ഈ മനുഷ്യർ അത് ക്ഷമിച്ചു, സ്വർഗത്തിലും ക്ഷമിച്ചു. 67 എണ്ണത്തിനെയും കൊന്ന ഒരു കൊലയാളിയെ രക്ഷിച്ച ഒരു ദൈവം ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ വന്നിട്ടുണ്ട്. താങ്കൾ ഏത് പാപം ചെയ്ത വ്യക്തിയായാലും, 1 തീമോഥെയോസിൽ പറയുന്നു, 1:15 പറയുന്നു, ക്രിസ്തു യേശു എന്തിന് ലോകത്തിൽ വന്നു? വായിച്ചേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമായി. യേശു വന്നത് പാപിയെ രക്ഷിപ്പാനാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതൽ അതിന്റെ 11-ാം വാക്യം മുതൽ വരെ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പാപിയായ ഒരു സഹോദരിയെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊണ്ടുവരികയാണ്. ഈ ലോകത്തിൽ ഏത് കൊടുംപാവിയെ രക്ഷിക്കാൻ ഒരാളിനെ പറ്റൂ, വേറെ ഒന്നിനും പറ്റത്തില്ല. പാവമില്ലാത്ത ഒരാളിന് മാത്രമേ ഒരു പാവിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പാവമില്ലാതെ, പാപത്തിൽ ജനിക്കാതെ, പാപത്തിൽ ജീവിക്കാതെ, പാപത്തെ ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഒറ്റ ദൈവം, ഏക സത്യ നിത്യ ദൈവം. പാട്ടുകാരൻ പാടി,
ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, പാപത്തെ പോക്കാൻ പറ്റുന്ന ദൈവം, പാപമില്ലാതെ ജനിച്ച ദൈവം, സ്വത്രം പാപമില്ലാതെ ജീവിച്ച ദൈവം, അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇങ്ങനെയുള്ള യേശു എന്ന ഒരാളിന് മാത്രമേ ഈ ഏത് പാപിയെയും പാപത്തെ പോക്കാൻ അധികാരമുള്ളൂ. ആ അധികാരമുള്ള യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട് നിന്റെ പാപത്തെ മുഴുവനും പോക്കുവാൻ. അങ്ങനെ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഒരു പാപിയായ സഹോദരി, ഇതാ സ്തോത്ര, സഹോദരി പാപിയാണ്, കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ്. വായിച്ച 8-ന്റെ 1 മുതൽ. യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അടുത്ത വരി. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജനക്കൂട്ടത്തിന് നടുവിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. കണ്ടോ, വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും കൂടെ കൊണ്ടുവന്നു. അടുത്ത വരി. നടുവിൽ നിർത്തി. എല്ലാവരുടെ നടുവിൽ കൊണ്ടങ്ങ് നിർത്തി. പാവിയാ, ലോകം അംഗീകരിക്കത്തില്ല. ലോകം പാവിയെന്ന് മുദ്ര കുത്തിയവരാണ്. അവരെ കൊണ്ടുവന്നു എറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ്. സ്വത്രം. അടുത്ത വരി വായിച്ചേ. അവനോട് ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. അടുത്ത വരി. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്ന് കല്ലെറിയാൻ പറഞ്ഞു. പാപമില്ലാത്തവർ കല്ലെറിയാൻ പറഞ്ഞു. അടുത്ത വരി. പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ, ആ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നവൻ. പാപമില്ല. ആ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറി. നമ്മളെപ്പോഴും പാപം ചാർത്തുന്ന ആരെയാ? നമ്മൾ ഇന്ന് പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പലരും പറയുന്ന ഒരു അഭിപ്രായമാണ്, ഇന്നത്തെ പ്രസംഗം ഇന്ന ആളിനുള്ളതായിരുന്നു, ഇന്നത്തെ പ്രസംഗം എൻ്റെ അടുത്തിരുന്ന ആളിനുള്ളതായിരുന്നു, ഇന്നത്തെ പ്രസംഗം കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ കൊടുക്കത്തില്ല. നമ്മുടെ കുറവാണ് അവിടെ പറഞ്ഞത്. ഒരിക്കലും നമ്മളിലുള്ള കുറവ് കാണാതെ മറ്റൊരാളുടെ കുറവ് കാണുന്ന സ്വഭാവമാണ് നമ്മുടെതെങ്കിൽ ഈ പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ വചനം കേൾക്കുമ്പോൾ ഇത് അടുത്തിരിക്കുന്ന ആളിനുള്ളതല്ല, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കുമുള്ളവരാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ് ഈ വചനം. എല്ലാവരും കല്ലെറിഞ്ഞു കൊണ്ടിരുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. അടുത്ത വരി. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. അടുത്ത വരി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അടുത്ത. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? കണ്ടോ, പാവം ചെയ്ത് കല്ലെറിഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷെ കല്ല് കൊണ്ടുവന്നവർ അവളെക്കാളും പാവം ചെയ്തത് കൊണ്ടും അവരുടെ പാവം പിടിക്കപ്പെടാത്തത് കൊണ്ടും അവർ ഒളിവിൽ നടക്കുന്നത് കൊണ്ടും ഈ ഒറ്റ വാക്കിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് ഒറ്റ വാക്കിന്റെ മുമ്പിൽ ഇത്രയും ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ കല്ലെറിഞ്ഞിട്ട് പോയെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ലൈവായി നിൽക്കുമ്പോൾ നമ്മൾ ആരൊക്കെ നിൽക്കും? ഇവിടെ ഇങ്ങനെ പോയെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ എങ്ങനെ ആയിരിക്കും? ഒന്ന് നമ്മൾ മനസ്സുറച്ച് ചിന്തിച്ചു നോക്കണം. കർത്താവേ, ഇവിടെ ജനം കല്ലിട്ടിട്ട് ഓടി,
കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഒറ്റ വാക്കിന്റെ മുമ്പിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ലൈവായി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കാൻ പറ്റും? എവിടെ എന്ത് പറയാൻ പറ്റും? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ ചിന്തിച്ചോളൂ, യേശുവേ എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ കുറവ് തീർക്കുന്ന, പാപത്തെ ക്ഷമിക്കുന്ന, പുണ്യാക രക്തമുള്ള യേശുവിന്റെ അടുക്കലാണ് ഞാനിതാ വന്നിരിക്കുന്നത്. ഈ സഹോദരിയുടെ പാപത്തെ ക്ഷമിച്ച ദൈവമേ, എന്റെ പാപത്തെയും എന്റെ ജീവിതത്തിലെ കുറവുകളെയും ക്ഷമിക്കണമേ. ഇന്നെനിക്കൊരു വിടുതൽ വേണം യേശുവേ, എന്നെ കൂടെ ഒന്ന് തുടരണമേ എന്ന് ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നെങ്കിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ രക്തം ഓരോരുത്തരുടെ ഒഴുകുകയും ആ പാവം ക്ഷമിക്കപ്പെടുകയും ചെയ്യും. അടുത്ത വാക്യം വായിച്ചേ. സ്ത്രീയെ അവർ എവിടെ? സ്ത്രീയെ അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. അടുത്ത് ചോദിച്ചതിന് ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ആരും ശിക്ഷ വിധിച്ചില്ല. കാരണം അവർക്ക് ആർക്കും യോഗ്യതയില്ല. അവരെല്ലാവരും കല്ലും കൊണ്ട് വന്നെങ്കിലും അയോഗ്യരായിരുന്നു. കണ്ടോ, അവരെല്ലാവരും കല്ലും കൊണ്ട് വന്നെങ്കിലും എല്ലാവരും അയോഗ്യരായിരുന്നു. പക്ഷെ യോഗ്യതയുള്ള ഒരാളെ ഉള്ളായിരുന്നു. അതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, ഇല്ല, എന്നെ ആരും കുറ്റം വിധിച്ചില്ല. അടുത്ത വരി. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നോക്കിയേ, യേശു പറഞ്ഞു, ഞാനും നിനക്കൊരു ശിക്ഷയും വിധിക്കുന്നില്ല. അടുത്ത വരി. പോകാ, ഇനി പാപം ചെയ്യരുത്. ഇനി എന്ത് ചെയ്യില്ലേ? പാപം വേണ്ട. എത്ര ഉറപ്പുണ്ട്, കർത്താവേ എന്റെ പാപത്തെ പോക്കാൻ യേശു ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് ഈ രാത്രി എന്റെ അവസാന പാപം വരെയും ഞാനിത് ഏറ്റു പറയുന്നപ്പാ, എനിക്ക് ഈ പാപ ജീവിതം വേണ്ട. യേശുവിന് മാത്രമേ പാപത്തെ ക്ഷമിക്കാൻ കഴിയൂ. ഇവിടെ ഇതാ ഈ സഹോദരന്റെ പാപത്തെ ക്ഷമിച്ചു. ഇവൾ പാപമില്ലാത്തവളായി തിരിച്ചുപോയി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ 6-ാം വാക്യം മുതൽ അങ്ങോട്ട് 4-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ ഇതാ ഒരു ശമര്യക്കാരി സഹോദരിയെ നോക്കിക്കൊണ്ട് യേശു ഇതാ ഒരു കിണറ്റിന്റെ കരയിൽ ഇരിക്കുകയാണ്. സ്വത്രം. നട്ടുച്ച നേരത്ത് കിണറ്റിന്റെ തീരത്ത് എന്റെ യേശു ഒരു സഹോദരിക്കായി കാത്തിരിക്കുകയാണ്. ആ സഹോദരി പാപത്തിൽ കിടക്കുന്ന ഒരു സഹോദരിയാണ്. എന്നാൽ ആ സഹോദരിയെ രക്ഷിക്കാൻ യേശു ക്രിസ്തു നട്ടുച്ച നേരത്ത് കിണറ്റിന്റെ തീരത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്നെ രക്ഷിപ്പാൻ നട്ടുച്ചയ്ക്ക് ശമര്യക്കാരിക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു ഇന്ന് രാത്രി ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്തിൽ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിന്നെയും കൂടെ രക്ഷിക്കാൻ, നിന്നെയും കൂടെ വീണ്ടെടുക്കാൻ, നിന്റെ പാപത്തെയും കൂടെ ക്ഷമിക്കാൻ യേശു വന്നിട്ടുണ്ട്. പാപത്തെ ക്ഷമിക്കാൻ മാത്രമല്ല, നേരത്തെ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ നമ്മൾ കേട്ടൊരു വരിയാണ്, 1 മാനസാന്തരപ്പെടണം, 2 മാനസാന്തരപ്പെടണം. നിന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. എന്റെ അപ്പന്റെ പിന്നാലെ പോയി മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ ഇന്ന് ഇതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്ത് മനുഷ്യരെ പിടിക്കുന്നവനാക്കാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഒതുങ്ങിയിരിക്കേണ്ടതല്ല. ഇതിനകത്തിരിക്കുന്നവർ വചനം കേട്ട് തിരിച്ചുപോയി ഞങ്ങൾക്ക് കേട്ടു തീർന്നു പോകേണ്ടതല്ല. പിന്നെയോ നിങ്ങൾ അറിയുന്ന സത്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കാണുകയാണ്. നോക്കിക്കേ, ഇതിനകത്ത് 4-ാം അധ്യായം വായിക്കുമ്പോൾ 6-ാം വചനം മുതൽ വായിക്കുമ്പോൾ ഇതാ നട്ടുച്ച നേരത്ത് കിണറ്റിന്റെ കരയിൽ യേശു വന്ന് കാത്തിരിക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. അവിടെ നട്ടുച്ചയ്ക്ക് ഒരു ശമര്യ സ്ത്രീ ഓടി വരികയാണ് വെള്ളം കോരാൻ വേണ്ടി. യേശു അവളോട് പറയും, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം തരുമോ? സ്വത്രം. അവൾ പറയില്ല, ഞാൻ വെള്ളം നിനക്ക് തരാൻ പാടില്ല. ഹല്ലേലൂയ. യേശു അപ്പച്ചൻ പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്നറിയത്തില്ല, നിന്നോട് കുടിപ്പാൻ 4-ന്റെ 10 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, നീ ദൈവത്തിന്റെ ദാനവും. വായിച്ചേ, നീ ദൈവത്തിന്റെ ദാനവും, നീ ദൈവത്തിന്റെ ദാനവും, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ. നിനക്കറിയത്തില്ല. ഇന്ന് രാത്രി നീ എന്റെ യേശുവിനെ അറിഞ്ഞാൽ നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പരനേ. അങ്ങ് വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, അങ്ങ് വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, യേശു അല്ലാതെ ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കാൻ വേറെ ആരുമില്ല. യേശു മാത്രമേ ഉള്ളൂ. ഈ സഹോദരൻ പറയുകയാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നിനക്കറിയത്തില്ല, നീ ദൈവത്തിന്റെ ദാനമെന്ന് നിനക്കറിയത്തില്ല. നീ ദൈവത്തിന്റെ ദാനമെന്നിരിക്കെ ഇന്നും നീ പാപത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന്റെ ദാനമാണ്, പക്ഷേ നിന്നെ ഇന്ന് പൊക്കാനാ ഞാൻ വന്നേ, നിന്നെ ഇന്ന് പിടിക്കാനാ ഞാൻ വന്നേ. ഈ ദേശത്തോട് കർത്താവ് വിളിച്ചു പറഞ്ഞു, മോനെ മതി, നിന്റെ പാപ ജീവിതം മതി, നിന്റെ പാപത്തിന്റെ ചങ്ങല അഴിക്കാനാ ഞാൻ വന്നേ, പാപത്തിന്റെ കെട്ട് പൊട്ടിക്കാനാ ഞാൻ ഇന്ന് വന്നേ, അഭിഷേക തൈലം പകരാനാ ഇന്ന് വന്നേ, നിന്നെ കോട്ടയ്ക്കകത്ത് നിന്ന് നിന്നെ
വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു അവിടെ ചോദിക്കുകയാണ്. 6:10 ഒന്നുകൂടെ വായിക്കാം. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നീ ആരാണ്? ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന്. ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോ. ജീവനുള്ള വെള്ളം കിട്ടും. അങ്ങനെയെങ്കിൽ സഹോദരി പറഞ്ഞു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. സഹോദരി പറഞ്ഞു, അങ്ങനെയെങ്കിൽ കർത്താവേ, എനിക്ക് ആ വെള്ളം വേണം. അപ്പൊ യേശുപ്പച്ചൻ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ, പൈസ തന്നാ തരാന്നല്ല, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ, സ്തോത്രം, മകളെ നീ വീട്ടിൽ ചെല്ലുക, കണവനെയും കൊണ്ടുവരിക, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അവള് പറഞ്ഞു, അപ്പാ, യേശുപ്പച്ചൻ പറഞ്ഞു, കൊണ്ടുവന്നാൽ ഞാൻ ജീവന്റെ ജലം തരാം. അവള് പറഞ്ഞു, ഇല്ലില്ല, സത്യം, എനിക്ക് ഭർത്താവ് ഇല്ല. കണവന്മാർ 5 ഉണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ പാട്ട്, ഈ വരികൾ വരുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് ഹിതമല്ലാത്ത ബന്ധമുള്ളവർ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഉയരാന യേശു, ഉയരാന യേശു, എന്നുയിരാന യേശു, എന്നുയിരോടു കലർന്നേ, എന്നുയിരേറ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരാന ഉയരാന ഉയരാന യേശു, എന്നുയിരാന ഉയരാന ഉയരാന യേശു, എന്നുയിരാന എന്നുയിരോടും കലർ, എന്നുയിരേ ഉമ്മൈ തുതിപ്പേ, യേശുവേ ഞാനങ്ങേ സ്തുതിക്കും, യേശുവേ ഞാനങ്ങേ സ്തുതിക്കും, യേശുവേ ഞാനങ്ങേ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരിയോട് പറഞ്ഞു, നീ പോയി വീട്ടിൽ പോയി, നിനക്ക് നിത്യജീവന്റെ വെള്ളമൊക്കെ തരാം, ജീവന്റെ വെള്ളം തരാം. നീ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരും, നിന്റെ ദാഹം പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ദാഹം പോക്കുന്ന ഒരു വെള്ളമുണ്ട്, അത് യേശുവിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ആ ജീവനുള്ള വെള്ളം കർത്താവിൽ മാത്രമേ നിനക്ക് തരാം. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇവള് പറഞ്ഞു, എനിക്ക് വേണം. കർത്താവ് പറഞ്ഞു, വീട്ടിൽ പോയി ഭർത്താവിനെ കൊണ്ടുവരാൻ. അവള് പറഞ്ഞു, ഇല്ല, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, 5 ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ ഉള്ളതും. കാരണം കറക്റ്റ് അടിവരയിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ. സകലതും, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു ദൈവം, എല്ലാം മനസ്സിലാക്കുന്നൊരു ദൈവം, എല്ലാം. ഓ ജീസസ്, കള്ളങ്ങളും കപടങ്ങളും സകലതും മുഴുവനും 24 മണിക്കൂറും കാണുന്ന ദൈവം. സഹോദരിയോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, ഇതൊന്നും നിന്റെ ഭർത്താവല്ല, എന്നാൽ ഇപ്പൊ ഭർത്താവും ഉണ്ട് എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഇവളുടെ ഹൃദയത്തെ ദൈവം കണ്ടതുകൊണ്ട് ഇവൾ അന്തം വിട്ടിട്ട് പറഞ്ഞു, അങ്ങ് പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അടുത്തവൾ പറഞ്ഞു, അങ്ങ് മശിഹ എന്ന് ഞാൻ കാണുന്നു. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. ഇത്രയും നേരം യേശുവും ഇവളും തമ്മിൽ അടുത്തടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഇവളുടെ ഉച്ചം തല മുതൽ ഉള്ള കാല് വരെ എന്റെ യേശുവിൽ നിന്ന് അഗ്നി ഇറങ്ങി പാപത്തിന്റെ കെട്ടങ്ങ് പൊട്ടിച്ചു.
ഇന്ന് ഇതിനകത്തും യേശുവിന്റെ അഗ്നി ഇറങ്ങുന്നുണ്ട്, തീ ഇറങ്ങുന്നുണ്ട്. ഈ ശബ്ദ പരിധിക്കുള്ളിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വ്യത്യസ്തമായ ഒരു പാപമല്ല, പലതരത്തിലുള്ള പാപ ജീവിതത്തിനകത്ത് സ്വത്രം വീട് കിടക്കുന്നു. എനിക്കും രക്ഷപ്പെടണം ദൈവമേ, കർത്താവേ എനിക്കും പാപം ചെയ്യാതെ ജീവിക്കണം, ഒരു വിശുദ്ധ പൈതലായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ദാഹിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ചില പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കാൻ അധികാരമുള്ള ഒരുവൻ നിന്റെ അരികത്ത് നിൽപ്പുണ്ട്. അവന്റെ പേരെത്ര? യേശു ക്രിസ്തു. ഇത്രയും നേരം യേശു ആ സഹോദരൻ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിൽ നിന്നൊരു ശക്തി ആ സഹോദരൻ മേൽ ഇറങ്ങി. തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെയുള്ള എല്ലാ കെട്ടുകളും പൊട്ടി ഇവൾ കൊണ്ടുവന്ന കുടം വലിച്ചെറിഞ്ഞു. കൊണ്ടുവന്ന ഇവൾ ഒറ്റയ്ക്ക് വെള്ളം കോരാൻ വരൂ. കാരണം എന്താണെന്നറിയാമോ? ഇവൾ മോശക്കാരി ആയതുകൊണ്ട് രാവിലെയാണ് എല്ലാവരും വെള്ളം കോരാൻ വരുന്നത്. ആ സമയത്ത് വന്നാൽ കൂടെ വരുന്നവരെല്ലാം നാണം കെടുത്ത് നീ പന്നയല്ലേ, നീ മോശമല്ലേ എന്ന് ആ സഹോദരിയെ നാണം കെടുത്തുന്നത് കൊണ്ടാണ് ഇവൾ ഒറ്റക്കാരും കാണാതെ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത്. എന്നാൽ ഇവൾ ഒളിച്ചു വന്നെങ്കിലും ഇവളുടെ സകലത്തെ അറിഞ്ഞ എന്റെ ദൈവം അടുത്തു വന്ന് സംസാരിക്കുമ്പോൾ പാപത്തിന്റെ ചങ്ങല പൊട്ടി, പാപത്തിന്റെ ശക്തി അഴിഞ്ഞു. യേശു അവളുടെ പാപത്തെ ക്ഷമിച്ചു. അവൾ പറഞ്ഞു എനിക്ക് നീ കുടം വേണ്ട. കുടം വലിച്ചെറിഞ്ഞു. അവൾ ശമരിയ പട്ടണത്തിലേക്ക് പോയി. അവിടെ ഉള്ള ജനത്തോട് വിളിച്ചു പറയുന്നു, യേശു ജീവിക്കുന്നു. ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. നിങ്ങൾ വാ, നിങ്ങൾ വാ. ജനത്തെ കൂട്ടുവരുത്തി യേശുവിന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മനുഷ്യനെ പിടിക്കുന്നവരാക്കുവാൻ ഈ തിരുവചനത്തെ, ഈ സത്യസുവിശേഷത്തെ ദേശം ദേശം വിളിച്ചു പറയാൻ ഇതിനകത്ത് ചില മക്കളെ ദൈവം കാണുന്നുണ്ട്. നീ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും, നീ ദേശത്തിൽ പല സ്ഥലങ്ങളിലാണ് നീ ഇരിക്കുന്നതെങ്കിലും, ശമരിയക്കാരി സ്ത്രീക്ക് വേണ്ടി ദാഹിച്ചിറങ്ങി വന്ന ദൈവം ഇന്ന് ഈ ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നെ തേടി വന്നിട്ടുണ്ട്. നീ എത്ര ഒളിച്ചിരുന്നാലും കോട്ടയ്ക്കകത്ത് കാൽ ചവിട്ടി നിന്നെ പൊട്ടിച്ച് മശിഹ ആരെന്ന് വെളിപ്പെടുത്തി നിന്റെ അകത്ത് ജീവനെ തന്ന് പുറത്തെടുക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. ശമരിയക്കാരി സ്ത്രീയുടെ പാപം പോവുക മാത്രമല്ല, ആ ദേശത്തിലുള്ളൊരു സാക്ഷ്യമുള്ളവളായി മാറി. അവളിലൂടെ അനേകർ യേശുവിനെ കണ്ടുമുട്ടി. ഒന്ന്, പാപിയെ രക്ഷിപ്പാൻ യേശു വന്നു. രണ്ട്, യേശു വന്നത് എന്തിന്? സ്വത്രം. എന്തിനാ വന്നേ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ അവസാന 3-ാമത്തെ ഭാഗം പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. വായിച്ചേ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്തിനാ ദൈവപുത്രൻ വന്നേ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ശ്രദ്ധിച്ചു കേൾക്കണമേ, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ഇന്ന് ഈ ദേശത്ത് കർത്താവ് വന്നിട്ടുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ല. കാരണം എന്താ? കുടുംബത്തെ പിടിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന സാത്താന ചില വ്യക്തികളെ, ചില കുടുംബത്തിലെ അംഗങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. മദ്യത്തിന് അടിമയാക്കി, ലഹരിക്ക് അടിമയാക്കി, സുബോധത്തെ നഷ്ടപ്പെടുത്തി. ഇന്ന് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് സ്വത്രം ലഹരി വാക്കകത്ത് വെക്കാതെ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം. 5-ൽ പഠിക്കുന്ന കുഞ്ഞിന് മദ്യം പതുക്കെ അല്പം കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം. 10-ാം ക്ലാസ്സിലെ കുഞ്ഞിന് അവൻ വേറെ ഒന്നും, ആൺകുട്ടി മാത്രമല്ല പെൺമക്കൾ അതിനേക്കാളും. ആൺകുട്ടികൾ 1 ഗ്ലാസ് ആണ് കുടിക്കുന്നെങ്കിൽ പെൺകുട്ടികൾ 2 ഗ്ലാസ്. സമാധാനായോ? ആൺകുട്ടികൾ 1 ഗ്ലാസ് ആണ് കുടിക്കുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ 2 ഗ്ലാസ്. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സ്വത്രം. ഹല്ലേലൂയ. പണ്ടാണിങ്ങനെ മണപ്പിക്കുമ്പോൾ തന്നെ ആൾക്കാർ വീഴുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഒരു കുപ്പി മുഴുവൻ കുടിച്ചാലും സ്വത്രം തികയാത്ത കാലഘട്ടം. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന്റെ പോക്കെങ്ങോട്ട്? ലോകത്തിന്റെ പോക്കെങ്ങോട്ട്? ഇന്ന് ഞാൻ പറയാം, പിശാച് വ്യക്തികളെ, കുടുംബങ്ങളെ, തലമുറകളെ കെട്ടി പൂട്ടി ഒതുക്കി വച്ചിരിക്കുമ്പോൾ ഇന്ന് ലോകമെമ്പാട് നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നല്ലതാണ്, നല്ല ജോലി വാങ്ങട്ടെ നല്ലതാണ്. പക്ഷേ യേശുവിനെ കൊടുത്തില്ല എങ്കിൽ, ഞാൻ പറയും, യേശുവിനെ കൊടുത്തില്ലെങ്കിൽ ഈ മക്കൾ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോകും. അപ്പനെ മറക്കും, അമ്മയെ മറക്കും, അവരുടെ ജീവിതം തകരും. എങ്ങോട്ടെന്നറിയത്തില്ല, സ്വഭാവം എങ്ങോട്ടെന്നറിയത്തില്ല. ഒരു മൃഗത്തെക്കാൾ അപ്പുറമാക്കും ഈ ലോകത്തിന്റെ ശക്തികൾ. എന്നാൽ ഇന്ന് രാത്രി നമുക്കുള്ള തലമുറകൾക്ക് മറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കെന്റെ യേശുവിനെ കൊടുക്കാം. ഈ ലോകത്തിൽ ഒരു സമാധാനമില്ല, ലോകത്തിന് ദൈവഭയമില്ല. ഇന്ന് കുടുംബത്തിനകത്ത് ഒരു 8-ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അപ്പൻ നോക്കി പറയണം, എന്തടേ നിന്റെ വാക്കൊന്നും എനിക്ക് കേൾക്കണ്ട. എങ്ങനെ
കേട്ടോ, ഇതൊന്നും കള്ളമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് എന്നടേ അപ്പനൊക്കെ ശരി തന്നെ, മര്യാദ ഇരുന്നില്ലെങ്കിൽ കുഴപ്പമാ. ഇതാണ് അപ്പനെ നോക്കി മോന്റെയും മോളുടെയും സ്വത്രം. പെൺമക്കളുടെ അതിനേക്കാൾ അപ്പുറമാണ്, ആൺമക്കളെക്കാൾ അപ്പുറമാണ് പെൺമക്കള്. പെൺമക്കൾ പറയുന്നത് എനിക്ക് ജീവിക്കാൻ അറിയാം, ഞാൻ ഹോസ്റ്റലിൽ ചെന്നല്ലെങ്കിൽ ജീവിക്കും, ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കും. നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ആരാണ് 10ാം ക്ലാസ് പോലും എത്താത്ത? ആരാധനയിൽ കെട്ടഴിയും, ആരാധനയിൽ ബന്ധനം അഴിയും, ആരാധനയിൽ പിശാച് അഴിയും, ആരാധന ദുർഭൂതങ്ങൾ കത്തും. ഇതാ യേശുക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ആ വചനം ഒന്ന് വായിച്ചേ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു വന്ന എന്തിനാ? പാപത്തെ മോചിപ്പിക്കാൻ, പാപത്തെ ക്ഷമിക്കാൻ. 2, യേശു വന്ന എന്തിനാ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ. മർക്കോസ് സുവിശേഷം 5:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിക്കാൻ സമയം പോരാത്ര ഞാൻ വായിക്കുന്നില്ല. 5:1 മുതൽ എല്ലാവരും വേദപുസ്തകം തുറന്ന് നോക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരി നോക്കിയിട്ട് നിങ്ങൾ എന്നെ തന്നെ ശ്രദ്ധിച്ചോളണം. ആരും ശബ്ദം വിട്ടുപോകരുതേ സഹോദരങ്ങളെ. എന്റെ ശബ്ദ പരിധിക്കുള്ളിൽ എന്റെ ദേശത്ത് ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളോടാണ് ഈ വചനം സംസാരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് യാത്ര? വീട്ടിനകത്ത് സമാധാനമുണ്ടോ? കുടിക്കുന്ന വെള്ളത്തിന് സമാധാനമുണ്ടോ? ഭക്ഷണം ഒരുക്കി വെക്കുന്നു, രാത്രി 12 വീട്ടിലാളില്ല, 1 മണിക്ക് എത്തുന്നില്ല, അഥവാ വന്നാലും 4 കാലിൽ വരുന്ന സ്നേഹിത, നിന്റെ കെട്ട് പൊട്ടിക്കാൻ, നിന്നെ ഭരിക്കുന്ന 6000 ഭൂതത്തെ അഴിക്കാൻ ഈ ദേശത്തിൽ യേശു വന്നിട്ടുണ്ട്. കുടുംബത്തിന് സമാധാനം കൊടുത്തിട്ട് എത്ര കാലമായി? കുടിക്കുന്ന വെള്ളം കുടിക്കാൻ സ്വസ്ഥത കൊടുത്തിട്ട് രാത്രി നിന്റെ മക്കൾ ഭയപ്പെട്ടല്ലേ വീട്ടിൽ കിടക്കുന്നത്? എത്ര കുഞ്ഞുങ്ങൾക്ക് ദുഃഖം പറയാനുണ്ടെന്നറിയാമോ? അനേക കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ ദുഃഖം പറയാനുണ്ട്. അയ്യോ ആന്റി, എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ച് ദുഃഖം പറയാനുണ്ട്, എനിക്ക് ചില വിഷമങ്ങൾ പറയാനുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനും ദുഃഖം. എന്താ ദുഃഖം? കുടുംബത്തിനകത്ത് സമാധാനമല്ല അവര് കാണുന്നത്, അതിനകത്ത് അടിയും വെട്ടും ചീത്തപടിയും വഴക്കും മദ്യവും ലഹരി വസ്തുവും കാണുന്ന കുടുംബങ്ങള് തലമുറകൾ കരയുക. ഇന്ന് നീ കാരണം നിന്റെ മക്കൾ കരയുന്നു. കുറിച്ചിട്ടോ, ഇന്ന് നീ കാരണം എത്ര സുവിശേഷം കേട്ടിട്ടും കെട്ടുപൊട്ടാതെ ഇന്ന് നീ കാരണം നിന്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവർക്ക് ഉറക്കമില്ല, അവർക്ക് പേടി മാറുന്നില്ല. നാളെ അവർ നിന്നെ കരയിപ്പിക്കണ്ടെങ്കിൽ ഇന്ന് നീ മുട്ടുമടക്കി കീഴടങ്ങി, അപ്പാ എനിക്ക് രക്ഷപ്പെടണം കർത്താവേ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് ഇന്നാർക്കെങ്കിലും പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറയാം, നിന്നെ രക്ഷിപ്പാൻ അധികാരമുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. നിന്റെ കെട്ടിനെ പൊട്ടിക്കും, നിന്റെ ബന്ധനത്തെ അഴിക്കും, നിന്റെ ചങ്ങല അഴിക്കും. ആദ്യം സ്വത്രം നമ്മൾ കണ്ടിട്ടില്ലേ, അനേകർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആദ്യം ചെറിയ ചെറിയ ലഹരികൾ ഉപയോഗിക്കും, പിന്നെ ആദ്യം അടുത്ത് ശകലം ബിയർ. അത് ഭയങ്കര കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് അല്പം കഴിച്ചു നോക്കും, വലിയ കുഴപ്പമില്ല. അടുത്തവർ നിറയെ കഴിച്ചു നോക്കും, പിന്നെ ആദ്യം അവർക്കതിൽ തൃപ്തി വരും, പിന്നെ അതിൽ തൃപ്തി വരില്ല. അപ്പൊ പറയും ഇതിലെനിക്ക് തൃപ്തിയില്ല, തൊട്ടടുത്ത ക്വാളിറ്റി ഉള്ളത് വാങ്ങും. അപ്പൊ അത് പറയും ബിയറല്ല ബ്രാൻഡി വാങ്ങും. അടുത്ത അതിനേക്കാളും ക്വാളിറ്റി ഉള്ളത് നോക്കും. അവസാനം കുടിച്ച് ഒന്നിനും തൃപ്തിയില്ലാതെ മിലിറ്ററി ക്യാമ്പിലുള്ളതേ ഇനി പറ്റുള്ളെന്ന് പറയും. പിന്നെ അതും കുടിച്ചിട്ട് തൃപ്തിയില്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഈ ലോകത്തിലുള്ള മുഴുവൻ മദ്യത്തിൻ്റെ അടിമയായി ഒരിടത്തും സുഖം കിട്ടാതെയാകും. ആദ്യം സുഖത്തിന് വേണ്ടി നീ തുടങ്ങും. നിന്റെ കുടുംബത്തെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി നിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ ഗദര ദേശത്ത് മർക്കോസ് 5:1 മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് അക്കരക്കരയിൽ സ്തോത്രം ഒരുത്തരത് ആത്മഹത്യക്ക് ഓടുകയാണ്. ആത്മഹത്യക്ക് ഓടാൻ പോയത് ആരെന്നറിയണ്ടേ? ഒരുപക്ഷെ അപ്പനും അമ്മയും നല്ലവണ്ണം വളർത്തിയവൻ. ഒരുപക്ഷെ അവൻ ഒരു പരിധിയായപ്പോൾ അപ്പൻ പറഞ്ഞു, മക്കളെ ഈ പാപം ചെയ്യല്, നീ ഇങ്ങനെ പോവല്ലേ? അവൻ തിരിച്ചു പറഞ്ഞു, എനിക്കറിയാം
അപ്പനെ ഉപദ്രവിക്കാൻ തുടങ്ങി, അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഓ സ്തോത്രം. അപ്പനും അമ്മയും പലരോട് പറയേണ്ടവരെല്ലാം പറഞ്ഞു, ഒരു രക്ഷയുമില്ല. അവസാനം കുടിച്ച് മുറിക്കകത്ത് പൂട്ടിയിടാൻ തുടങ്ങി. വാതിലടച്ച് തകർത്തു. സ്തോത്രം. ജനലടിച്ച് തകർത്തു. വീട്ടിനകത്തുള്ള സകല ലൈറ്റും. ആദ്യമൊന്നും അടിക്കൂല, പിന്നെ തുടങ്ങും. ആദ്യമൊന്നും അടിക്കൂല, പിന്നെ അങ്ങ് വയലൻ്റായി വീട്ടിനകത്തുള്ള എല്ലാം അടിച്ചങ്ങ് പൊട്ടിപ്പോടങ്ങും. അടിച്ച് പൊട്ടിച്ച് ഒടുക്ക മുറിക്കകത്തും കിടത്താൻ പറ്റൂല, ചങ്ങലക്കകത്ത് ഇടാൻ പറ്റൂല. വീട്ടുകാരെ ഉപദ്രവിച്ച്, നാട്ടുകാരെ ഉപദ്രവിച്ച്, പിന്നെ അടുത്ത് മത്തു കൂടിയപ്പോ വസ്ത്രത്തിനെ അങ്ങ് പറിച്ചു കളഞ്ഞു. ഇപ്പൊ എന്തില്ല? അപ്പനെ അറിഞ്ഞൂടാ, അമ്മയെ അറിഞ്ഞൂടാ, ആഹാരം അറിഞ്ഞൂടാ. സ്വന്തം ശരീരത്തിൽ സ്വന്തമായിട്ട് ഇടിക്കും, ചങ്ങലയിട്ട് കെട്ടിയാൽ പൊട്ടിക്കും. ഏത് മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോയാലും എത്ര ഷോക്ക് കൊടുത്താലും എവനിത് മാറത്തില്ല. ഇത് ഷോക്ക് കൊടുത്ത മാറുന്നതല്ല, ഇത് ഭൂതം പിടിപെട്ടതാ. എവന് ഷോക്ക് കൊടുത്ത എങ്ങനെ മാറും? സ്വത്രം. അപ്പൻ തകർന്നു, അമ്മ തകർന്നു, അവന് വീട്ടിൽ വരാൻ പറ്റതായി, ദേശത്ത് നിൽക്കാൻ പറ്റതായി. ആരെ കിട്ടിയാൽ അടിക്കും. ആദ്യം അപ്പനെ അമ്മയെ അടിച്ച്, പിന്നെ സഹോദരങ്ങൾ അടിക്കാൻ തുടങ്ങി, പിന്നെ ബന്ധുക്കൾ അടിക്കാൻ തുടങ്ങി, പിന്നെ കൂട്ടുകാർ അടിക്കാൻ തുടങ്ങി, പിന്നെ ആരെ കിട്ടിയാൽ അടിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ കിടക്കാൻ പറ്റാതായി. പിന്നെ കിടക്കുന്ന കല്ലറത്തോട്ടത്തിനകത്ത് അവസാനം ഇവന്റെ ജീവിതത്തിനകത്ത് അവസാനം ആത്മഹത്യക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു മൈലുകൾക്കപ്പുറത്ത് ആത്മഹത്യക്ക് വേണ്ടി ഓടുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഇക്കരെ നിന്നവൻ പടകിൽ കയറി അക്കരെ പോവുകയാണ്. അക്കരെ പോകുമ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ഓടുന്ന 6000 ഭൂതം പിടിപെട്ടവൻ, ശരീരത്തിൽ വസ്ത്രമില്ല, ശരീരം മുഴുവൻ മുറിപ്പെടുത്തിയിരിക്കുന്നു, മുറിഞ്ഞിരിക്കുന്നു. നാറി പുഴുത്ത ശരീരവുമായി ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഇവൻ ഓടുമ്പോൾ യേശുവിനെ കണ്ട ഉടനെ അവൻ യേശുവിന്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അയ്യോ കർത്താവേ, ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നു. കർത്താവ് ചോദിച്ചു, നീ ആര്? അവൻ പറഞ്ഞു, ഞങ്ങൾ ലഗ്യോൻ. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ഉള്ളതിനെയാണ് ലഗ്യോൻ എന്ന് വിളിക്കുന്നത്. 6000 ഭൂതം കയറിയ ഭാര്യയെ കാണാൻ പറ്റുമോ? ഭർത്താവിനെ കാണാൻ പറ്റുമോ? മക്കളെ കാണാൻ പറ്റുമോ? ഇവന് ഷോക്ക് കൊടുത്ത് അവൻ കിടക്കുമോ? പിന്നെ ഭൂതം അഴിയണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മരുന്ന് കൊടുത്താൽ പറ്റുമോ? പിന്നെ എവിടെ അഴിയും? ബന്ധനമൊഴിയും, കെട്ടുകളൊഴിയും ആരാധനയെങ്കിൽ, ബാധകളൊഴിയും, കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 6000 ഭൂതം പിടിപെട്ടവൻ മുട്ടുമടക്കി, അപ്പാ ദണ്ഡിപ്പിക്കാൻ വന്നോ? കർത്താവ് ചോദിച്ചു, നീ ആര്? 6000 ഭൂതമുള്ളവൻ പറഞ്ഞു, ഞങ്ങളുടെ പേര് ലഗ്യോൻ. സ്തോത്രം. യേശു അവനെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. 6000 ഭൂതം ഇറങ്ങിപ്പോയി. അവൻ ഭൂതം പോയപ്പോൾ അവന്റെ കണ്ണ് തുറന്നു. ഭൂതം പോയപ്പോൾ, 6000 ഭൂതം പോയപ്പോൾ അവന്റെ അപ്പനെ അവനറിയാം, അവന്റെ അമ്മയെ അവനറിയാം. അവന്റെ ശരീരം കണ്ടപ്പോൾ വസ്ത്രമില്ലെന്ന്. ഇന്ന് ചില ആൾക്കാരോട് പറയുമ്പോൾ അവർ പറയുന്നത് എന്തോന്നാ, തള്ളി മാറ്റിയിട്ട് പറയും, നീ അങ്ങോട്ട് പോ, എനിക്കറിയാം, നീ അങ്ങോട്ട് പോ. കാരണം എന്താ? അവർക്ക് എന്തില്ല, അവർ കെട്ടിനകത്തായി. ഇനി പൊട്ടണമെങ്കിൽ ആര് പൊട്ടിക്കണം? പറ. പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മുട്ടുമടക്കണം. നമ്മൾ മുട്ടുമടക്കിയാൽ കെട്ടുപൊട്ടും. ആർക്കൊക്കെ ഉറപ്പുണ്ട്? നീ മുട്ടുമടക്കിയാൽ, നിന്റെ മുറിക്കകത്ത്, നിന്റെ വീട്ടിനകത്ത് മുട്ടുമടക്കിയാൽ കെട്ടുപൊട്ടും, ബന്ധന അഴിയും, ചങ്ങല അഴിയും, പിശാച് ഇറങ്ങി ഓടും. സുബോധം വന്നു. അവൻ ആദ്യം വസ്ത്രം ധരിച്ചു. അവൻ യേശുവിനോട് ചോദിച്ചു, യേശുപ്പാ, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ? കണ്ടോ, അതുവരെ ഉപദ്രവിച്ചവൻ ഒരു കുഞ്ഞാടിനെ പോലെ, അപ്പനറിയാം, ഒരു ജീവിതം മാത്രം, അത് വേഗം തീർന്നു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. നോക്കിയേ, ഒറ്റ ജീവിതമേ ഉള്ളൂ. നല്ല സമയമെല്ലാം കുടുംബത്തിനകത്ത് ആരെയും തിരിച്ചറിഞ്ഞൂടാതെ പാപത്തിന് അടിമപ്പെട്ട് വീണു. എന്നാൽ എൻ്റെ യേശു തൊട്ടപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ, അവൻ സുബോധം വന്നപ്പോൾ അവൻ മനസ്സിലായി, ഞാൻ പാവിയായിരുന്നു, ഞാൻ കെട്ടപ്പെട്ടവനായിരുന്നു.
അവൻ കുടുംബത്തിലേക്ക് വന്നു. അവൻ വസ്ത്രം മാറി യേശുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. അവൻ ദക്കപ്പൊടി നാട്ടിൽ മുഴുവൻ പോയി. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ദക്കപ്പൊലി നാട്ടിൽ മുഴുവൻ പോയി ഇവൻ വിളിച്ചു പറഞ്ഞു, യേശു ജീവിക്കുന്നു. ഞാൻ സ്വത്രം മുഴു കുടിയനായിരുന്നു, പാവിയായിരുന്നു, ലോക സ്നേഹിയായിരുന്നു, സ്വഭാവം നഷ്ടപ്പെട്ടു, ആൾക്കാരെ ഉപദ്രവിച്ചു, വസ്ത്രം ധരിക്കാതെ ഞാൻ നടന്നു, എന്റെ വീട്ടുകാരെ തകർത്തു. എന്നാൽ ആത്മഹത്യക്ക് വേണ്ടി ഓടുമ്പോൾ ഒരുവൻ എന്നെ തൊട്ടു. ഇന്ന് രാത്രി നിന്നെ യേശു തൊടുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ വീട്ടിനകത്ത് കണ്ണുനീര് തോരാത്ത വീടല്ലേ അത്? എന്തുകൊണ്ടാണ് കണ്ണീര് തീർത്തെ? നിന്റെ ജീവിതത്തിനകത്തുള്ള ദുർസ്വഭാവം നിന്നെ മാത്രമല്ല തകർത്തോണ്ടിരിക്കുന്നത്. നിന്റെ അപ്പൻ ഉറങ്ങിയിട്ട്, നിന്റെ അമ്മ ഉറങ്ങിയിട്ട്, നിന്റെ മക്കൾ ഉറങ്ങിയിട്ട്, മാതാപിതാക്കൾ ഉറങ്ങിയിട്ട്, സഹോദരങ്ങള് സ്വസ്ഥത അനുഭവിച്ചിട്ട് എത്ര നാളായി? നാണം കെട്ട് തലമുറകൾ പുറത്തിറങ്ങാൻ കഴിയാതെ നാണം കെട്ട് തലമൂടിയിട്ട് എത്ര നാളായി? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ കെട്ടിനഴിക്കാൻ, ബന്ധനഴിക്കാൻ, ചങ്ങല ഉടയ്ക്കാൻ ഗദർ ദേശത്തിറങ്ങിയ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എന്റെ കെട്ട് പൊട്ടിച്ച യേശു നിങ്ങളുടെയും കെട്ട് പൊട്ടിക്കാൻ പോകുന്നു. വീട്ടുകാർക്കും, നാട്ടുകാർക്കും, കൂട്ടുകാർക്കും, അയൽക്കാർക്കും, ദേശക്കാർക്കും, പട്ടണത്തിനും സ്വത്രം ആർക്കും രക്ഷിക്കാൻ പറ്റാതെ നടന്ന ഇവനെ യേശു തൊട്ടപ്പോൾ ഇവൻ സുബോധം വരിക മാത്രമല്ല, പട്ടണങ്ങളിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞു. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദാരിദ്ര്യനായി തീർന്ന കൃപ മറക്കരുതേ. വായിച്ചേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ യേശു വന്ന എന്തിനാ വന്നേ? യേശു എന്തിനാ വന്നേ? പാവത്തെ മോചിപ്പിക്കാൻ. ഇന്ന് രാത്രി വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പാപം മോചിപ്പിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് യേശു. ആ യേശുവിന്റെ രക്തത്താൽ 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. രക്തത്തെ സ്വത്രം സ്വീകരിച്ചോളണം. 2, പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ. രാത്രി സ്വസ്ഥതയില്ല, പകൽ സ്വസ്ഥതയില്ല, കുടുംബത്തിനകത്ത് ബുദ്ധിമുട്ടോടെ നീ കരയുന്നുവെങ്കിൽ ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ചങ്ങലകൾ അഴിക്കുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അത് യേശു അത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന സമ്പന്നനായ ക്രിസ്തു, ദരിദ്രനായി തീർന്ന നീ മറക്കരുത്. നിന്റെ കെട്ട് പൊട്ടിച്ച് സുബോധം തന്ന് നിന്റെ അമ്മയെ തിരിച്ചറിയുന്ന ഒരാളാക്കി, അപ്പനെ തിരിച്ചറിയുന്ന ഒരാളാക്കി, മക്കളെ തിരിച്ചറിയുന്ന ഒരാളാക്കി, ഭാര്യയെ തിരിച്ചറിയുന്ന ഒരാളാക്കി, ഒരു പുതിയ വ്യക്തിയാക്കി. ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. റോമർ 8:1 ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഇല്ല, ഇല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന്, ഞാനും നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കിക്കേ, എന്താണ് ഇതിനൊക്കെ അർത്ഥം? സ്വത്രം. ഇതിനകത്ത് 3 കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്വത്രം. 3 കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്തിനാ? ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ട്. കർത്താവ് ആരായിരുന്നു? സമ്പന്നനായിരുന്നു. കർത്താവ് ആരാണ്? സമ്പന്നൻ. എന്താ സമ്പത്ത്? യേശുവിന്റെ സമ്പത്ത് എന്താന്നാ? ഹല്ലേലൂയ. എന്താ സമ്പത്ത്? ആകാശ സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശമോ നിന്റെ സിംഹാസനം, ഈ ഭൂമിയോ നിന്റെ പാദപീഠം. ആകാശമോ നിന്റെ സിംഹാസനം, ഈ ഭൂമിയോ നിന്റെ പാദപീഠം. ഹല്ലേലൂയ. ആ ദൈവമാണ് സമ്പന്നനായ ദൈവം. ആ
ആകാശത്തെ വിരിച്ച ദൈവം, നക്ഷത്രങ്ങളെ വാരി വിതറി നക്ഷത്ര കൂട്ടത്തിന് പേരിട്ട ദൈവം, ഗാലക്സിയെ സൃഷ്ടിച്ച ദൈവം, അതിനതിരിട്ട ദൈവം, അനങ്ങാതെ നിങ്ങൾ അതത് ദിശയിൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണമെന്ന് അതിലിട്ടൊഴുക്കിയ ദൈവം. ഇതാണ് സർവശക്തൻ. നോക്കിക്കേ, ഭൂമിയെ കരയെ ഒരു വശത്താക്കിയ ദൈവം, കടൽ കൊണ്ട് വെള്ളം കൊണ്ട് മൂടിക്കിടന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം പറഞ്ഞു. ദൈവം നോക്കി, കടൽ തിര ചാടി വരികയാ. ദൈവം പറഞ്ഞു, മതി മതി, ഇവിടെ നിങ്ങോട്ട് നീ തള്ളരുത്. പറഞ്ഞ ഉടനെ കിടന്ന കടൽ വെള്ളം മുഴുവൻ പറഞ്ഞ് തീരും മുമ്പേ ഈ മുഴുവൻ വെള്ളവും ഇറങ്ങി ദൈവം എവിടെയാണോ അതിരിട്ടത് അവിടെ തന്നെ അങ്ങ് നിന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, എന്റെ കർത്താവ് എങ്ങനെയാണ് അതിനെ ചെയ്തെന്ന് കർത്താവ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് അതിരിട്ടു, വെള്ളം അവിടെ നിന്നു, കരയെ സൃഷ്ടിച്ചു, കടലിനെ സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഉണ്ടാകട്ടെ, ഉരുവാകട്ടെ, ദൈവം തന്റെ വചനത്താൽ സകലത്തെ സൃഷ്ടിച്ചു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ, 1-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ചേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, അടുത്ത് സകലവും അവൻ മുഖാന്തരം ഉളവായി. എല്ലാം എന്റെ യേശപ്പൻ മുഖാന്തരം ഉളവായി. യേശുവിന്റെ സമ്പത്ത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സകലത്തിന്റെ ഈ സൃഷ്ടാവാണ് എന്റെ യേശു, സകലത്തിന്റെ ഓണർ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്ത് വചന പറഞ്ഞേ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് വായിച്ചത്. ഏത് വാക്യമാണ് വായിച്ചത്? യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന യേശു. 1, യേശു സമ്പന്നൻ. 2, യേശു ദരിദ്രൻ. 3, ശാലിനി സമ്പത്തുള്ള ആള്. നിങ്ങൾ സമ്പത്തുള്ള ആള്. 3 കാര്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. സമ്പന്നനായ ക്രിസ്തു, ദരിദ്രനായ ക്രിസ്തു, ക്രിസ്തുവിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ സമ്പന്നർ. മനസ്സിലായി? ഒറ്റ വാക്യത്തിൽ അർത്ഥം. ഹല്ലേലൂയ. യേശു ആരാണ്? സമ്പന്നൻ. എന്ത് സമ്പത്ത്? മുഴുവൻ്റെയും ഓണറാരാ? യേശു ക്രിസ്തു. സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകലത്തെ അതിരിട്ട ദൈവം, മനുഷ്യനെ മണ്ണ് ബാക്കി എല്ലാത്തിനെയും സ്തോത്രം വിളിച്ചു വരുത്തി, സകലത്തെയും വിളിച്ചു വരുത്തി. ബാക്ടീരിയ, തിമിംഗലം, മത്സ്യം, കരയിലുള്ളത്, കടലിലുള്ളത്, സകലത്തെയും വിളിച്ചു വരുത്തി. കടലിലുള്ള വെള്ളത്തെ അങ്ങോട്ട് നീക്കി അതിരിട്ടു. ഇതുവരെ നിനക്ക് വരാം, ഇതിനപ്പുറത്ത് ചലിച്ചു പോകരുതെന്ന് ആട്ടിയിട്ട എൻ്റെ ദൈവം. ജീസസ്, ഹല്ലേലൂയ. സകലത്തെ സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, മിന്നാമിനിങ്ങനെ കണ്ടിട്ടുണ്ടോ? മിന്നാമിനിങ്ങനെ കണ്ടിട്ടുള്ള ഒരു കര ഉയർത്തിക്കേ. സമയം തീരാറായി. മിന്നാമിനിങ്ങനെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ലൈറ്റ് സൃഷ്ടിച്ചതാരാ? മിന്നാമിനിങ്ങിൻ്റെ ബാക്കിലെ ഒരു കുഞ്ഞ് LED ഫിറ്റ് ചെയ്തേക്കുന്ന ആരാ? അതിന് ചാർജ് കൊടുക്കുന്നതാരാ? അത് ചാർജ് കൊടുത്തില്ല. അത് എവിടെ കൂടെ പോയാലും, ഏത് രാത്രി പോയാലും അതിനെ കാണും. ഇതാരാ സൃഷ്ടിച്ചേ? എൻ്റെ അപ്പൻ്റെ ഒറ്റ വാക്കുകൊണ്ട് എല്ലാം ഞരടിയെടുത്ത് ഒറ്റ അരി പോലെ ആക്കി. ഒറ്റ ഒട്ടിപ്പ്. എവിടെ? ഹല്ലേലൂയ. മിന്നാമിനിങ് എവിടെ പോയാലും ആ പ്രകാശമുണ്ട്. നോക്കിയേ, ഇതാരപ്പാ സൃഷ്ടിച്ചേ? ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. കടലിനകത്ത് കപ്പൽ പോകാൻ വഴി ഒരുക്കിയതാരാ? സ്വത്രം. ഫ്ലൈറ്റ് പോകാൻ ദശ ഒരുക്കിയതാരാ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പ്രസംഗിക്കുന്ന ഈ സർവശക്തന്റെ സമ്പത്ത് എന്താ? ഈ കടലിലെ വെള്ളത്തെ മുഴുവൻ ഒറ്റ കയ്യിൽ കോരിയെടുക്കാൻ കഴിവുള്ള സമ്പന്നനാരാ? നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? മുഴുവൻ ലോകത്തെയും കയ്യിൽ, ഈ ഭൂമിയുടെ 5 വൻകരകളെയും മുഴുവൻ ലോകത്തെയും ഉള്ളം കൈ കൊണ്ട് പൊക്കി ഇങ്ങനെ പിടിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവന്റെ സമ്പത്ത് എത്ര നോക്കിയേ, കഴിവ് എത്ര നോക്കിയേ. ആര്? ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കഴിവാ ഞാൻ പറഞ്ഞേ. സകലത്തെയും മുഴുവൻ ലോകത്തെയും കയ്യിലെടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഭൂമിയുടെ 5 വൻകരകളെയും ഒരുമിച്ച് ഒറ്റക്കണ്ണിൽ കാണാൻ കഴിവുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവ. സമ്പന്നൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ സമ്പത്ത് മനസ്സിലായോ?
തീർന്നില്ല. നോക്കിക്കേ, മുഴുവൻ ഭാഷകളിലും ഒരുപോലെ സംസാരിക്കാൻ അറിയാവുന്നവനാണ് എൻ്റെ യേശു സമ്പന്നൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇന്ന് യേശു ഉണ്ട്. ഇതിനകത്ത് ആരുണ്ട്? 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഏക മനസ്സത് എവിടെ കൂടിയാൽ യേശു. അപ്പോൾ ഉണ്ട് നെയ്യാറ്റിൻകര ടൗൺ ഹാളിൽ ഒരു ആരാധന നടക്കുന്ന അറിഞ്ഞുകൂടാ. ഞാൻ ഉദാഹരണം പറയാം. അവിടെ ആരുണ്ട്? ഇപ്പൊ ദമാമിൽ ആരുണ്ട്? ലണ്ടനിലോ, മസ്കറ്റിലോ, അമേരിക്കയിലോ, ബ്രിട്ടനിലോ, ഫ്രാൻസിലോ, യെരുശലേമിലോ, എല്ലായിടത്തും ആരുണ്ട്? മുഴു ലോകത്തും ഒരേ സമയം ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവന്റെ സമ്പത്ത് അത്രയ്ക്ക് വലുതാണ്. സ്തോത്രം. ഈ സമ്പത്തുള്ളവൻ മനുഷ്യനെ മാത്രം സൃഷ്ടിക്കുമ്പോൾ മണ്ണ് കയ്യിലെടുത്ത് പൊടി, നിലത്തെ പൊടി കയ്യിലെടുത്ത് കുഴച്ച് കർത്താവ് ആദമിനെ ഉണ്ടാക്കി, ജീവശ്വാസം മണ്ണുകൊണ്ടുണ്ടാക്കി ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ഇല്ലേ? സ്വത്രം. എന്നാൽ തിമിംഗലം വരെ അനുസരിക്കുന്നുണ്ട്. പക്ഷി ഇങ്ങനെ വിളിക്കണ്ട. പക്ഷി എന്ത് ചെയ്യും? രാവിലെ ആകുമ്പോൾ അവർ ആരാധന, ഭയങ്കര ആരാധന. ആരാധനൈ നായകൻ നീരേ, ആരാധനൈ വേണ്ടൻ നീരേ. ആരാധിക്കുന്നത്? പക്ഷി. ആരാധനൈ നായകൻ നീരേ, ആരാധന വേണ്ടൻ നീരേ. ആയും മുടിയും വരെ ഉമ്മൈ തൊഴുതിടുവേ, ആയും മുടിയും വരെ ഉമ്മൈ തൊഴുതിടുവേ. ആരാധന നായകൻ യേശു, ആരാധന വേണ്ടനും യേശു. ആരാധന നായകൻ യേശു, ആരാധന വേണ്ടനും യേശു. ഹല്ലേലൂയ. നോക്കിക്കേ, പക്ഷികൾ രാവിലെ ആകുമ്പോൾ പാടി ആരാധിക്കും, ആന ആരാധിക്കും, തിമിംഗലം വാലൂന്നി വെച്ച് കർത്താവിനെ നോക്കി സ്തുതിച്ച് സ്തോത്രം സ്തുതിച്ചു പാടിടും. മഹിമാങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും, സ്തുതിച്ചു പാടിടും. ആര്? തിമിംഗലം. എങ്ങനെ? വാലൂന്നി വെച്ച് അവര് കർത്താവിന് ബാക്ടീരിയ, ഫംഗസ്, മിന്നി, ചിത്രശലഭം, ഇനി ഈ ലോകത്തിലുള്ള എല്ലാ നാവും പാടിടും അങ്ങേ. പക്ഷെ പാടാത്ത ഒറ്റ നാവേ ഉള്ളൂ. ആര് നാവ്? നിലത്തെ പൊടി കൊണ്ട് ബാക്കി എല്ലാത്തിനെ വിളിച്ചു വരുത്തിയിട്ട് പൊടി കൊണ്ട് കയ്യിൽ വെച്ച് നിർമ്മിച്ച് കർത്താവിൻ്റെ രൂപവും സാദൃശ്യവും കൊടുത്ത് കർത്താവ് സൃഷ്ടിച്ചത് മാത്രം വായുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്. അവരെപ്പോൾ ചോദിച്ചാൽ പാട്ട് പാടുന്നു. കൈ അടിക്കുമെങ്കിൽ എല്ലാവരും അടുത്തിരിക്കുന്നവർ അടിച്ചാലും ഇങ്ങനെ കൈ വെച്ച് നോക്കും. കുഴപ്പം വല്ലതും പറ്റിയോ? എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടോ? ഇതൊക്കെ തലയ്ക്ക് വല്ല ഇളക്കം വന്നതാണോ എന്നടുത്ത് നിന്ന് എന്നാലും അനങ്ങത്തില്ല. എന്നാൽ തിമിംഗലം കൈയടിച്ച് പാടും. പാമ്പ് ഇഴഞ്ഞ് ദൈവത്തെ ആരാധിക്കും. പക്ഷികളുണ്ടല്ലോ അവ ആരാധിക്കും. സാറാപ്പുകളുണ്ടല്ലോ, ദൂത സൈന്യം ആരാധിക്കും. എന്നാൽ സ്തുതിക്കാത്ത, നന്ദിയില്ലാത്ത ഒറ്റ വർഗമേ ഉള്ളൂ. ആര്? ഡാഷ് 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 പൂർവിജാതി. അപ്പൻ്റെ രൂപത്തിലും അപ്പൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ അനേകർ ഇന്ന് നന്ദിയില്ല. ദൈവത്തെ സ്തുതിക്കാനോ ആരാധിക്കാനോ കഴിയുന്നില്ല. എന്നാൽ ഇത്രയും സമ്പത്തുള്ളവൻ, നോക്കിയേ, ഇത്രയും സമ്പത്തുള്ളവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സമ്പന്നൻ ദരിദ്രനായി. എവിടെ ദരിദ്രനായി? ഈ ഭൂമിയിൽ ദരിദ്രനായി. യേശു ആരായിരുന്നു? ഇത്രയും സമ്പന്നനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച, സകലത്തെ ഉളവാക്കിയ, സകലത്തെ നിർമ്മിച്ച നിർമ്മാതാവാകുന്ന ദൈവം, സകലത്തെ അതിരിട്ട, നക്ഷത്രങ്ങളെ തൂക്കിയ, നക്ഷത്രങ്ങളെ പേരിട്ട് വിളിച്ച, സൂര്യനെ സൃഷ്ടിച്ചിട്ട് അന്ന് പറഞ്ഞതാണ്, സൂര്യ നീ ഇത്ര മണി കുതിച്ചോളണം, ഇത്ര മണിക്ക് കീഴോട്ട് വെക്കോളണം, അത് ഇന്ന റൂട്ടിലൂടെ പോകണം, വീണ്ടും ഇത്ര മണിയാകുമ്പോ നിന്റെ ലൈറ്റ് ഓൺ ചെയ്തോളണം. ഞാൻ പറയാം, നിന്റെ ലൈറ്റ് ഒരിക്കലും
ഇന്ന് വരെ അറിഞ്ഞിട്ടുള്ളത് യേശുവിന്റെ ക്രൂശീകരണത്തിന് വീണ്ടും അല്ലേ? അത് കത്താത്ത ഒരു മരണമുണ്ടെങ്കിൽ, ഭൂമി മുഴുവൻ ഇരുണ്ട ഒരു മരണമുണ്ടെങ്കിൽ അതെൻ്റെ അപ്പൻ്റെ മരണമാണ്. ആ മരണത്തിൽ ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും വാഴ്ത്തി വണങ്ങി കുമ്പിട്ട്, എന്നാൽ മനുഷ്യന് മാത്രം, എന്നാൽ നമുക്ക് മാത്രം, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുവിടാ, അവരെല്ലാവരും മുട്ടുമടക്കി സ്തോത്രം ആകാശത്തിൽ വിരിച്ചപ്പോൾ എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നവരെ നീ അവിടെ നിന്നോളണം. ഓരോന്നിനെയും അത് കർത്താവ് നിരത്തി വെക്കുമ്പോൾ പറഞ്ഞു, ശകലം പോലും നീ താഴരുത്, താണാൽ എൻ്റെ മക്കൾ ഭൂമിയിൽ താമസിക്കുകയാണ്, അവർ ചൂടുകൊണ്ട് കത്തിപ്പോകും. ഇനി നീ ശകലം പോലും ബാക്കിലോട്ട് വലിയരുത്, നീ വലിഞ്ഞാൽ എൻ്റെ മക്കൾ തണുപ്പ് കൊണ്ട് മരിച്ചു പോകും. ഞാൻ പറയുന്ന അതിര് നീ വിടരുത്. ഈ വാക്ക് അന്നും ഇന്നും സൂര്യൻ അനുസരിക്കുന്നു. നമ്മൾ ഓന്തിൻ്റെ നിറം മാറുന്നതിനേക്കാളപ്പുറം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇത്രയും ബഹു സമ്പത്തുള്ള എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എങ്ങനെ ഇറങ്ങി വന്നു? ഈ സമ്പത്ത് മുഴുവൻ അഴിച്ചു വച്ചിട്ട്, ഒന്ന് ജനനം ദരിദ്രനെ പോലെ. ലൂക്കോസ് 2:6-7 വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ലൂക്കോസ് 2:6-7 യേശു ക്രിസ്തുവിന്റെ ജനനം ദരിദ്രനായിട്ട്. യേശുവിന് മുൻപ് 14 രാജാക്കന്മാർ, 14 പ്രഭുക്കന്മാർ, 14 പിതാക്കന്മാർ വന്നിട്ട് അനന്തരം കാലം തികഞ്ഞപ്പോൾ കാല സമ്പൂർണതയിൽ യേശു ജനിച്ചു. ഹല്ലേലൂയ. വായിച്ചേ. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ എവിടെ ഇരുന്നപ്പെടുന്ന അറിയാമോ? പേർ വഴി ചാത്താൻ വന്നതാ അവര്. അവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം യോസഫ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. ആരെ? മറിയമിനെ. ഉദരത്തിൽ കുഞ്ഞ്. യോസഫ് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അയ്യോ, കല്യാണം കഴിയുമ്പോ ഇവള് ഗർഭിണിയായി, എനിക്കിവിടെ വേണ്ട, നാണക്കേടാണ്, ഓടാം എന്ന് ചിന്തിക്കുമ്പോൾ പിറ്റേ രാവിലെ നാട് വിടാനിരിക്കുമ്പോൾ രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു, നീ നാട് വിടരുത്, ഇത് എൻ്റെ കർത്താവാ, എൻ്റെ കുഞ്ഞ് ദൈവം കൊടുത്തതാ, പരിശുദ്ധാത്മാവ് ഉരുവായിപ്പെട്ടതാ, അതുകൊണ്ട് നീ ഇവിടെ ചേർത്തുകൊള്ളണം, ഉപേക്ഷിക്കരുത്. ആ നിമിഷം യോസഫിന് മനസ്സിലായി, ഇവൾ പാപം ചെയ്തല്ല, ഇവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവുകയാണ്. പേർ വഴി ചാർത്താൻ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും രണ്ടുപേരെ നോക്കുന്നുണ്ട്. ആരെയൊക്കെ? യോസഫിനെ, മറിയും. യോസഫിനെ നോക്കി ഒരുപക്ഷെ പറയുന്നതായിരിക്കും, എടേ ഇവള് ഗർഭിണി, നീ കല്യാണം കഴിഞ്ഞില്ലല്ലോ, എന്തെല്ലാം പറഞ്ഞാണെന്ന് ചിന്തിച്ചു നോക്കേ, എന്തൊക്കെ മോശം വാക്ക് പറഞ്ഞു കാണും. അപ്പോഴും ഇങ്ങനെ പോവുകയാണ്. പേർ വഴി ചാർത്താനായി പോകുമ്പോൾ പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. യോസഫ് ഓരോ വീടുകളായിട്ട് മുട്ടാൻ തുടങ്ങി. എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരല്പം ഇടം കൊടുക്കുമോ? ആരും ഡോർ തുറന്നില്ല, ഒറ്റ മനുഷ്യൻ ഡോർ തുറന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസവത്തിനുള്ള ചരിത്ര പുസ്തകം പറയുന്നു, പാറ ഇടുക്കിനകത്ത് യേശു എന്ന കുഞ്ഞിനെ പിറക്കാൻ സ്ഥലം പോലും ലഭിക്കാതെ ഒരു പാറ ഇടുക്കിൽ യേശുവിൻ്റെ അമ്മ യേശുവിനെ പ്രസവിച്ചു. വായിച്ചേ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ഇതാരാണ് അവിടെ പറഞ്ഞത്? പറ, ആര്? ഇതെല്ലാം സൃഷ്ടിച്ച ആര്? സമ്പന്നൻ. ഇപ്പൊ എങ്ങനെ പിറന്നു? ദരിദ്രനായി. പിറക്കാൻ സ്ഥലമുണ്ടോ? വീടുണ്ടോ? കട്ടിലാണോ? ആശുപത്രിയിലാണോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇല്ല. പാറ ഇടുക്കിൽ പ്രസവിച്ചു യേശു. സ്തോത്രം. വെറും ദരിദ്രനായി. സ്തോത്രം. അവിടെ പിറക്കാൻ നേരായി തീർന്നു. 2 ലൂക്കോസ് 2:7 വായിക്കുമ്പോൾ പാറ ഇടുക്കിൽ പ്രസവിച്ച യേശുവിനെ വഴിയമ്പലത്തിൽ ആൾക്കാർ, കച്ചവടക്കാർ ഇരിക്കുന്നുണ്ട്, സാധനങ്ങൾ അവിടെ ഇവിടെ ഒരുപക്ഷെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആർക്കും നിൽക്കാൻ നീ മാറ്. ഗവൺമെന്റ് റോഡിൽ ആരെങ്കിലും നിന്നാൽ ആരെങ്കിലും വഴക്ക് പറയുമോ? ഇല്ല, ഇത് റോഡാണ് എന്ന് പറയും. പക്ഷെ എൻ്റെ യേശുവിന് അവിടം പോലും കൊടുത്തില്ല. വായിച്ചേ. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായ്കയാൽ യേശുവിനെ കിടത്താൻ വഴിയമ്പലത്തിൽ പോലും സ്ഥലം
സ്ഥലമില്ലാതെ ദരിദ്രനായി യേശുവിനെ വഴിയമ്പലത്തിൽ നിന്നും മാറ്റിവിട്ട് കാണും. നേരെ കൊണ്ട് കിടത്തിയ സ്ഥലമാണ് എവിടെ? പശുത്തൊട്ടിയിൽ. യേശുവിനോട് ചോദിക്കുക, യേശുവേ, ഇത്രയും ബഹുസമ്പന്നനായവൻ എന്തിനാണ് ഈ പശുത്തൊട്ടിയിൽ കിടക്കുന്നത്? യേശുവിനോട് പറയും, ശാലിനി, നിന്റെ ദാരിദ്ര്യം മാറി നിന്നെ സമ്പത്തുള്ള ആളാക്കാൻ എന്റെ ജനനം പാറയെടുക്കില്ല, എന്റെ കിടപ്പ് പശുത്തൊട്ടിയില്ല. രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്നെ പാപത്തിൽ രക്ഷിക്കാൻ, നിന്നെ സമ്പന്നനാക്കാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയ്ക്കാൻ, പാവമുള്ള നിന്റെ പാവ സ്വഭാവത്തെ മാറ്റി യേശുവിന്റെ സമ്പത്താകുന്ന ദൈവിക സ്വഭാവത്താൽ നിറയ്ക്കാൻ യേശു ക്രിസ്തു ദരിദ്രനായ കൃപ നീ മറക്കരുതേ. സ്വത്രം. യേശു ക്രിസ്തുവിനെ വഴിയമ്പലത്തിൽ സ്ഥലം പോരായികയാൽ വായിച്ചേ, ലൂക്കോസ് 2:7. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പോ യേശുവിന് ജനിച്ചതും ദരിദ്രനായി, കിടത്തിയതും ദരിദ്രനായി. അടുത്ത് വീണ്ടും യേശു ക്രിസ്തുവിന്റെ ശുദ്ധീകരണം ദരിദ്രനെ പോലെയായിരുന്നു. ലൂക്കോസ് 2:24 വായിക്കുമ്പോൾ, വായിച്ചേ, ലൂക്കോസ് 2:24 വായിക്കുമ്പോൾ, യേശുവിനെ പ്രതിഷ്ഠിക്കാൻ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പണക്കാരെല്ലാം ആടിനെയാണ് കൊണ്ടുപോകുന്നത്. സ്വത്രം. ലൂക്കോസ് 2:24, ലേവ്യ 5:7, 12:8 വായിച്ചേ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധം ആയിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ. കുഞ്ഞ് ജനിച്ചു, യോസഫിനെ മറിയും കുഞ്ഞും കൊണ്ട് പോവുകയാണ്. എവിടോട്ട് കൊണ്ടുപോവുകയാ? ആലയത്തിൽ പ്രതിഷ്ഠിക്കാൻ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിച്ചേ. സ്വത്രം. യേശുവിന്റെ അമ്മയും യോസഫുമായി യേശുവിനെ ആലയത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും എന്തെല്ലാം രീതിയിലായിരിക്കാം നോക്കിയത്. പലരും ചോദിച്ചു, മറിയേ, നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഏതാ? കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. അവള് ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, സ്വത്രം, ഇതോ ഒരു ദിവസം ഞാൻ എൻ്റെ മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി എന്നോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. പാപത്തെ മോചിപ്പിക്കാൻ അധികാരമുള്ള ഒരുവൻ നിന്നിൽ നിന്നൊരുവാകും എന്ന് പറഞ്ഞ യുഗത്തിന്റെ പുരുഷനാണ്. ഈ കുഞ്ഞിനെ നോക്കിയിട്ട് മറിയെന്ന അമ്മ ഒരുപക്ഷെ പറഞ്ഞു കാണും. ഞാൻ ചോദിക്കട്ടെ, യുഗത്തിന്റെ പുരുഷനാണോ മറിയയുടെ കൈത്തണ്ടിൽ ഒതുങ്ങിയത്? നമുക്ക് ചോദിക്കാം, യേശുവേ, യുഗത്തിന്റെ പ്രഭുവായ രാജാതിരാജാവേ, അങ്ങനെ മറിയയുടെ കൈത്തണ്ടിൽ ഒതുങ്ങി? യേശു പറയും, ശാലിനി, എൻ്റെ ദാരിദ്ര്യത്താൽ നിന്നെ സമ്പന്നനാക്കാൻ, നിന്റെ പന്ന സ്വഭാവം മാറിയിട്ടെ, എൻ്റെ സ്വഭാവം നിറയണ്ടേ. നിന്റെ പക, നിന്റെ പിണക്കം, നിന്റെ വിദ്വേഷം, നിന്റെ ജ്ഞാനശങ്ക, നിന്റെ അവിശ്വാസം, നിന്റെ ദുർനടപ്പ്, നിന്റെ സകല പാവം മ്ലേച്ഛതകളും പൊട്ടിയിട്ട് എൻ്റെ സമ്പത്ത് നിന്റെ അകത്ത് നിറയണ്ടേ, എൻ്റെ തേജസ് നിന്റെ അകത്ത് നിറയണ്ടേ. നിന്റെ ബന്ധനം പൊട്ടി ഞാൻ നിന്നിൽ നിറയണ്ടേ. അതിന് ഞാനിതാ ഒരു ദരിദ്രനായി മാറി. അപ്പോ ചിലരൊരു പക്ഷേ ചോദിച്ചു, എടാ, എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ ആട്ടിൻകുട്ടിയൊക്കെ ആണല്ലോ കൊണ്ടുപോകുന്നത്, നീ എന്താ? ഞങ്ങൾ ദരിദ്രരാ. എന്ത് പറഞ്ഞാണോ ചോദിക്കാം. യേശുവിനോട് ചോദിക്കാം, യേശുവേ, എന്താ കുറുമ്പ്രാവിനെ കൊണ്ടുപോകാതെ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകാതെ? നിന്നെ സമ്പത്തുള്ള ആളാക്കാൻ, ക്രിസ്തുവിൽ സമ്പത്തുള്ള ആളാക്കാൻ ഞാൻ ദരിദ്രനായി. കർത്താവ് എന്ത് ചെയ്തു? ലേവ്യ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ സ്വത്രം, യേശു ക്രിസ്തുവിനിതാ പള്ളിയിൽ കൊണ്ടുപോവുകയാണ്. എവിടെ കൊണ്ടുപോകുന്നു? പള്ളിയിൽ കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ കൊണ്ടുപോയി അവിടെ ഇതാ ഒരുവൻ കാത്തിരിക്കുന്നു.
ആരാ കാത്തിരിക്കുന്നത്? ശിമിയോൻ കാത്തിരിക്കുകയാണ്. സ്വത്രം 2:24 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ലൂക്കോസ് 2:27 മുതൽ 35 വരെ വാക്യം വായിക്കുമ്പോൾ അവിടെ പള്ളിയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ഇതാ ഒരു പ്രായം ചെന്ന വയോധികനായ ഒരു വൃദ്ധൻ. ഓ ഹല്ലേലൂയ. ആ കുഞ്ഞിനെ കയ്യിൽ, അതാരാണ് ആ വൃദ്ധൻ? ശിമ്യോൻ. ശിമ്യോൻ ആരാണ്? ശിമ്യോൻ ആരാ? കരവന്നടിച്ചേ, ശക്തിയോടെ നടിച്ചേ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തോൽ ചുരുൾ വചനത്തെ പകർത്തുന്ന ഒരു മനുഷ്യനാണ് ആര്? ശിമ്യോൻ. സ്തോത്രം. അങ്ങനെ യെശയ്യാവിന്റെ പുസ്തകം തോൽ ചുരുളിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ പാവങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ എന്ത് പേരിടണം? ഇമ്മാനുവേൽ എന്ന പേരിടണം. അപ്പോ വായന നിർത്തി. കന്യക എങ്ങനെ ഗർഭിണിയാകും? എടുത്തു നിർത്തി. ഇതെന്തോന്ന്? ഇന്ന് വരെ ചരിത്രത്തിൽ കന്യക ഗർഭിണിയായിട്ടില്ല. ഇവിടെ ഏതാ ബൈബിൾ എഴുതി? തെറ്റാണോ? ഇവൻ നിർത്തി, ചുരുള് മടക്കി, അവന്റെ പേര് മാറ്റി, തോൾ ചുരുള് മടക്കി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, കന്യക ഗർഭിണിയാവുന്ന എങ്ങനെ? ഇല്ല, ഇത് അസംഭവ്യം. ദൂതൻ ഇറങ്ങി പറഞ്ഞു, നിനക്ക് ശിമ്യോനെ, നീ മരിക്കത്തില്ല. ഇത് കേട്ട ശിമ്യോൻ ആരെ കാത്തിരിക്കുക? എല്ലാരും പറഞ്ഞു, അപ്പച്ചാ ഇത്രയും വയസ്സായില്ലേ? ഓരോ പ്രാവശ്യവും ദൈവാത്മാവ് ഇടപെടുമ്പോൾ മാത്രം പള്ളി പോകും. യേശുവിനെ കൊണ്ടുവരാറായപ്പോൾ ശിമ്യോൻ ആത്മാവിൽ ബലപ്പെട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ ഇതാ യോസഫും മറിയമും കൂടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. കുഞ്ഞിനെ എടുത്തു, കയ്യിൽ വെച്ചു. നാഥാ! കുഞ്ഞിനെ വിളിച്ചെങ്ങനെ? കുഞ്ഞിനെ എങ്ങനെ വിളിച്ചേ? നാഥ. അവാക്കി എടുത്തോ, വായിച്ചേ. ഇപ്പോൾ നാഥ. ഇപ്പോൾ നാഥ. അതിന്റെ തൊട്ട് മുമ്പ് 2 വാക്യം കൂടെ വായിച്ചേ. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അടുത്തവരെ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശീമോൻ അവനെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ മതി. സ്തോത്രം. നോക്കിക്കേ, ശിമ്യോൻ പറയുകയാണ്, നാഥാ എന്ന് ഈ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തു? വിളിച്ചു. ശിമ്യോന് മനസ്സിലായി, ഇതാണ് അന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ചുരുളിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് ഇതാ അക്ഷരാർത്ഥത്തിൽ നിറവേറി. യേശുവിനെ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഇതാ കുറുംപ്രാവുമായി അവിടെ വന്നു. ദരിദ്രനായി തീർന്ന യേശു വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ കരം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത യേശു കരം കൊടുക്കാൻ മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടി? എന്നെ സമ്പന്നനാക്കാൻ യേശു ക്രിസ്തു ദരിദ്രനായി. വായിച്ചേ, കരം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തനായി. വായിച്ചേ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. വെള്ളത്തിനകത്ത് കിടന്ന മത്സ്യത്തിന്റെ വാക്കകത്തിരുന്ന ചതുർദ്രഹ്മ പണത്തെ കണ്ട കർത്താവ്, ശ്രദ്ധിച്ചു കേട്ടെ, വെള്ളത്തിനകത്ത് നീന്തി കളിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തിന്റെ വാക്കകത്തിരുന്ന ചതുർദ്രഹ്മ പണത്തെ കണ്ട കർത്താവ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്ന് വളരെ വേദനയോടും ആവശ്യത്തോടും
ഇനി എന്ത് ചെയ്യും കർത്താവേ? എല്ലാ വഴിയും അടഞ്ഞുവോ? എല്ലാ വാതിലും അടഞ്ഞുവോ? എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതലില്ലയോ? ഇതിനകത്തൊരു മാറ്റമില്ലയോ എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മത്സ്യത്തിന്റെ വായ്ക്കകത്തിരുന്ന ചതുരത്തിന്റെ പടത്തെ കണ്ട കണ്ണ് ഇന്ന് രാത്രി നിന്നെയും കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഴമേറിയ വേദന, നിന്റെ കണ്ണുനീര്, നിന്റെ കുടുംബത്തിന്റെ തകർച്ച, നിന്റെ തലമുറകളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? നിന്നെ ആശ്വസിപ്പിക്കാൻ, നിനക്ക് വഴികളെ തുറക്കാൻ. ലോകം നിനക്ക് വേണ്ടി ചിലപ്പം വഴികൾ അടച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയില്ല. നിരാത്രി മനസ്സിലാകുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ ആർക്കും കഴിയത്തില്ല. സ്വന്തം മനുഷ്യന് നിനക്ക് ചെയ്താൽ അല്പമേ ചെയ്യൂ. ദൈവം ചെയ്താൽ അതിരില്ലാതെ ചെയ്യും, പരിധിയില്ലാതെ ചെയ്യും. ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. നോക്കിയ ഒരിക്കൽ ഹാഗർ അബ്രഹാമിന്റെ വീട്ടിലായിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി. ഹാഗറിനോട് പറഞ്ഞു, നീ നിന്റെ കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം അല്പം വെള്ളവും അടയും എടുത്ത് ഹാഗറിന്റെ കയ്യിൽ കൊടുത്തു. ഹാഗറിനെ കുഞ്ഞിനെ അങ്ങ് ഉപേക്ഷിച്ചു. ഹാഗർ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ അപ്പം തീർന്നു, ആട്ടാ തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തീർന്നു, വെള്ളവും തീർന്നു. കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. മരുഭൂമിയിലൂടെ ഈ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോൾ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അമ്പിൻ പാട് ദൂരത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച് എനിക്കിനി കുഞ്ഞിന്റെ മരണം കാണണ്ട, അയ്യോ ജീവിതം തകർന്നു, എല്ലാ വഴിയും അടഞ്ഞു, എന്നെ സഹായിക്കുമെന്ന് കരുതിയവർ എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് സഹോദരി കുഞ്ഞിനെ ഉപേക്ഷിച്ച് മാറിയിരുന്ന് കരയുമ്പോൾ സ്വർഗം വിളി കേട്ടു. ദൈവം വിളിച്ചു, ഹാഗറേ, നീ നിന്റെ കുഞ്ഞിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നീ പോക, ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അപ്പുറത്തൊരു ഉറവയുണ്ട്, നീ നോക്ക്, ആ ഉറവയിലെ വെള്ളം കോരി കൊടുക്കാൻ പറഞ്ഞു. ദൈവം തുറന്ന ഉറവ ഒരിക്കലും പറ്റിയില്ല. എത്ര കുടിച്ചിട്ട് പറ്റിയില്ല, എത്ര കോരിയിട്ട് പറ്റിയില്ല. എന്നാൽ അബ്രഹാം കൊടുത്ത വെള്ളം പറ്റി, അപ്പം തീർന്നു, വെള്ളവും തീർന്നു, വറ്റി. എന്നാൽ ദൈവം കൊടുത്ത വെള്ളം തീർന്നില്ല, അത് വറ്റിയില്ല. ആ കുഞ്ഞിനെ ദൈവം കുടിപ്പിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്ന മാനസരോടാവേ, നിനക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. നീ ആരാധനയ്ക്ക് വന്നത് വേദനയോടെയാ, പേടിക്കണ്ട. ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് മുന്നോട്ട് പോ. നിനക്ക് വേണ്ടി ചില വാതിലുകൾ, നിനക്ക് വേണ്ടി ചില വഴികൾ, നിനക്ക് ആവശ്യമുള്ളത് അറിഞ്ഞിട്ട് ദൈവം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് കരം കൊടുക്കാൻ പൈസ ഇല്ലതായപ്പോൾ അത്രയും ദരിദ്രനായിരുന്നു. പേഴ്സിൽ പൈസ ഇല്ല, കയ്യിൽ പേഴ്സും ഇല്ല. കർത്താവ് പറഞ്ഞു, മത്സ്യം പിടിക്കാൻ മത്സ്യത്തിൻ്റെ വായ്ക്കകത്തിരുന്ന ചതുരദ്രവ പണത്തെടുത്ത് കരത്തെ കൊടുത്തു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹവാസികളെല്ലാം ദരിദ്രരായിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 55 വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ അമ്മ മറിയ. മോശമായിട്ട് പറയുന്നുണ്ടോ? യേശുവിനെ കണ്ടപ്പോ മോശമായിട്ട് പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കാം, യേശുപ്പ എന്താ പറഞ്ഞേ? ശാലിനെ, നിന്റെ തലയെ നിവർത്തി പിടിക്കാൻ ഞാൻ ദരിദ്രനായി. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരു യേശു എന്നെ നിങ്ങളെ സമ്പത്തുള്ളവരാക്കാൻ. പേടിക്കരുത്, പേടിക്കരുത്, പേടിക്കരുത്. അടുത്തവര് വായിച്ചേ. ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്നവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന്? ഇവൻ ഒന്നുകൂടെ വായിച്ചേ. ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്നവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്നെന്ന് പറഞ്ഞ് തൊട്ടുമുമ്പിൽ ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? എന്റെ യേശു ഞാൻ മോശമായിട്ടാ പറഞ്ഞ. എന്തോന്ന്? തച്ചന്റെ മകൻ. 23.5 ഡിഗ്രി ചരിച്ച് ഈ ഭൂമിയെ ശൂന്യത്തിൽ തൂക്കിയ തച്ചൻ ആരാ? നീ കളിയാക്കിയ നാസറേനാവുന്ന യേശുവാ. ഹല്ലേലൂയ. ഇന്നും അത് തൂങ്ങി നിൽക്കയാ. സ്തോത്രം. സകലത്തിനും പേരിട്ട ഊഴിയിലെ പൂഴിയെ നാഴിയിൽ കൊള്ളിച്ച തച്ചൻ, സമുദ്രത്തിലെ വെള്ളത്തെ കയ്യിൽ കോരിയ
യേശു ക്രിസ്തുവിനോട് ചോദിക്കാൻ, കർത്താവേ ഇത്രയും മോശമായിട്ട് പറഞ്ഞപ്പോഴും യേശു പറയും, മക്കളെ നിന്നെ സമ്പന്നത്തുള്ളവൻ ആളാക്കുവാൻ ഞാൻ ദരിദ്രനായി. വീണ്ടും നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ മരണം ദരിദ്രനെ പോലെ. സ്തോത്രം. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ, യോഹന്നാൻ 19:30 വായിക്കുമ്പോൾ അതിനകത്ത് യേശു ക്രിസ്തു വായിച്ചേ, യേശുവിനെ പുളിച്ച വീഞ്ഞ് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച്. തല എവിടെയാ ചായ്ച്ചേ? പറ. ഈ ലോകത്തിലൊരു മനുഷ്യൻ മരിക്കുമ്പോൾ തല ചായ്ക്കുന്ന എവിടെയെങ്കിലും സ്ഥലം കാണൂലേ? ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ, ആരെങ്കിലും അടുത്ത്. പക്ഷേ യേശുവിനെ തല ചായ്ക്കാൻ ഒരു നുള്ളു ഭൂമി ആരും. യേശു ക്രൂശിൽ കിടന്ന് കയ്പ് കാടി കുടിച്ച് തല തൻ്റെ ഷോൾഡറിലേക്ക് മുഖത്തെ പാത്ത് ആരാധിപ്പേ എന്നിതയം തന്ന് ആരാധിപ്പേ. ക്രൂശിലേക്ക് നോക്കി ഒന്ന് ചോദിച്ചേ, അപ്പാ ഇതെല്ലാം ഉണ്ടാക്കിയ ബഹുസമ്പന്നൻ എന്തിനാ ഇങ്ങനെ ക്രൂശിൽ ഒരടി മണ്ണിൽ പോലും മരിച്ചു വീടാതെ? യേശു പറയും, നീ ക്രൂശിൽ മരിക്കേണ്ടടുത്ത്, നീ നരകത്തിയിൽ പോകേണ്ടടുത്ത്, നിന്നെ പാപത്തെ മുഴുവൻ ക്ഷമിച്ച്, നിന്റെ ശാപങ്ങളെ പൊട്ടിച്ച്, നിന്റെ ബന്ധനങ്ങളെ അഴിച്ച്, നിന്നിലുള്ള ആദമ്യ പാവങ്ങളെ ഉടച്ച്, എന്റെ സ്വഭാവത്താൽ നിന്നെ സമ്പത്തുള്ള ആളാക്കാൻ ഞാൻ ക്രൂശിൽ ദരിദ്രനായി. സഹോദര, സഹോദരി, യേശുവിന് നിന്നോടുള്ള ഇഷ്ടമാണ് ഈ ക്രൂശിൽ കാണുന്നത്. നിന്റെ സകല പാപത്തെയും 2000 വർഷങ്ങൾക്ക് മുൻപ് ആ കാൽവരി ക്രൂശിൽ സമ്പത്തുള്ളവൻ ദരിദ്രനായി എന്നെ നിങ്ങളെ സമ്പത്തുള്ള ആളാക്കി, പാവിയല്ല ഒരു വിശുദ്ധ പൈതലാക്കി മാറ്റാൻ, മണവാട്ടിയാക്കി മാറ്റാൻ, യേശുവിനെ പോലെ ആക്കാൻ, ക്രിസ്തുവിൽ നടക്കുന്ന ഒരാളാക്കി മാറ്റാൻ ദരിദ്രനായി തീർന്ന കൃപ മറക്കല്ലേ. മാറ്റി മാറ്റി വെക്കല്ലേ, കാലമേ നിന്നിട്ടല്ലേ, മൃത്യു വന്നണഞ്ഞിടുവ ധാരറിഞ്ഞു. യേശുക്രിസ്തുവിന്റെ അടക്കം മത്തായി 27:59-60 വാക്യം വായിക്കുമ്പോൾ 10 മിനിറ്റ് അത് ഞാൻ നിർത്തും, ടെൻഷൻ വേണ്ട. സ്തോത്രം. മത്തായി സുവിശേഷം 27:59-60 വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടക്ക ശുശ്രൂഷ മറ്റൊരുത്തന്റെ കല്ലറയിൽ വായിച്ചേ. യോസേഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. മതി. യേശു ഇത്രയും സമ്പത്തുള്ളവൻ. ശ്രദ്ധിച്ചു കേട്ടെ, നിർത്താൻ സമയമായി. ഇത്രയും സമ്പത്തുള്ളവൻ, ഇന്നീ കാണുന്ന സകലത്തിൻ്റെ ഓണർ, മുഴു ലോകത്തിൽ ഒരുമിച്ചിറങ്ങാൻ കഴിവുള്ളവൻ, ഇത്രയും സ്വർഗത്തെക്കാൾ ഉന്നതൻ, ദരിദ്രനായി തീർന്നത് ആർക്ക് വേണ്ടി? പിറക്കാൻ സ്ഥലമില്ല, പാറയെടുക്ക്, കിടത്താൻ സ്ഥലമില്ല, പുൽക്കൂട്, യാഗമർപ്പിക്കാൻ, പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുപോകാൻ പ്രാവേയുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? വീണ്ടും യേശുക്രിസ്തുവിനെ തല ചായ്ക്കാൻ മറ്റൊരു സ്ഥലമില്ല, കരം കൊടുക്കാൻ മറ്റൊരു സ്ഥലമില്ല, മരിച്ചപ്പോൾ വീഴാൻ ഒരു മണ്ണില്ല, ആരും കയ്യേക്കാനുമില്ല. ക്രൂശിൽ തൻ്റെ ചുമലിൽ കൊടുക്കാൻ നല്ല വെള്ളമില്ല, കപ്പക്കാടി. ഇത്രയും ദരിദ്രനായ ക്രിസ്തു അടക്കാൻ സ്വന്തമായിട്ടൊരു സെന്റില്ല. ദരിദ്രനായ ക്രിസ്തു എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും സമ്പത്തുള്ളവരാക്കാൻ. സ്തോത്രം. എന്തിനു വേണ്ടി? യേശു എന്നെയും നിങ്ങളെയും സമ്പത്തുള്ളവരാക്കി മാറ്റാൻ, ക്രിസ്തുവിന്റെ സമ്പത്ത് തന്ന് എന്നെ നിങ്ങളെ നിറയ്ക്കാൻ,
ലൂക്കോസ് 12:21 പറയുന്നു, ദൈവവിഷയമായി എന്നെ നിങ്ങളെയും സമ്പത്തുള്ള ആളാക്കി മാറ്റാൻ. 1 കൊരിന്ത്യർ 1:6 പറയുന്നു, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പത്തുള്ള ആളാക്കി മാറ്റുവാൻ. 2 കൊരിന്ത്യർ 9:11 പറയുന്നു, ഔദാര്യം കാണിപ്പാൻ, അതിനുവേണ്ടി സമ്പന്നനാകുവാൻ. 1 തിമോഥെയോസ് 6:18 പറയുന്നു, സൽപ്രവർത്തികളിൽ സമ്പത്തുള്ള ആളാക്കി മാറ്റുവാൻ. യാക്കോബ് 2:5 പറയുന്നു, വിശ്വാസത്തിൽ സമ്പത്തുള്ള ആളാക്കി, ക്രിസ്തുവിൽ തികഞ്ഞ ആളാക്കി. യേശുവിനെ നമ്മളിലൂടെ കാണാൻ, യേശു പാപമില്ലാതെ ജീവിച്ചതുപോലെ ഞാൻ എന്നെയും നിങ്ങളെയും പാപമില്ലാതെ നടത്താൻ തേജസ് പ്രാപിച്ച്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരുവാൻ, സർവത്തിന്റെ ഓണർ ദരിദ്രനായി തീർന്നത് കർത്താവിന്റെ സമ്പത്ത് കൊണ്ട് എന്നെയും നിങ്ങളെയും സമ്പത്തുള്ള ആളാക്കാൻ. പക്ഷെ ഇന്ന് അനേകർ അങ്ങനെയല്ല. ലൂക്കോസ് 12:15 വായിക്കുമ്പോൾ ഒരുത്തൻ പറയുകയാണ്, അവൻ ഒരുപാട് സമ്പത്തുണ്ട്, ലോകത്തിന്റെ സമ്പത്ത്. അവൻ എത്ര കൂട്ടിവെച്ചിട്ടും സ്ഥലം തികയുന്നില്ല. അവൻ പറഞ്ഞു, എനിക്ക് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ, അതുകൊണ്ട് ഞാൻ ഇനി കളപ്പുര വലുതാക്കാൻ പോകുന്നു. എല്ലാ സ്വത്തും അവിടെ കൂട്ടിവെച്ചു. അവസാനം അവൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. യേശു അവനോട് ചോദിച്ചു, മൂടാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിനക്കെല്ലാം ഉണ്ട്. യേശു ഇല്ലെങ്കിൽ ഇന്ന് കർത്താവ് വിളിച്ചാൽ താങ്കൾ എവിടെ പോകും? മൂടാ, വായിച്ചേ, വാക്യം വായിച്ചേ. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. സ്തോത്ര. അപ്പോസ്തലപ്രവൃത്തി 4:12, യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 3:16, തന്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ ഭാവിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. റോമർക്കെഴുതിയ ലേഖനം 5-ാം വായിക്കുമ്പോൾ അതിനകത്ത് 8-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തന്മാർക്ക് വേണ്ടി മരിച്ചു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യെശയ്യാ 1:18-19, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കും. 1 യോഹന്നാൻ 1:7, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇതിനകത്ത് ചോദിക്കട്ടെ. സ്വത്രം. യേശു നിന്നെ രക്ഷിക്കാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തെ മോചിപ്പിക്കാൻ മനുഷ്യനായി ഇറങ്ങി വന്നു. നിന്നെ പിശാചിന്റെ പ്രവൃത്തികൾ അഴിച്ച് രക്ഷിക്കാൻ യേശു വന്നു. 3, നിനക്ക് വേണ്ടി സകലവും വെടിഞ്ഞ് സമ്പന്നനായ ക്രിസ്തു ദരിദ്രനായി അവസാനം ക്രൂശിൽ മരിച്ചു. ആർക്ക് വേണ്ടി? നിന്റെ അവസാന പാപത്തിന് വേണ്ടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന യേശുവിനെ നീ കണ്ടുവോ? നീ പറയും, എന്റെ അപ്പൻ എന്നെ വേണ്ട, എന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എന്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല, എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എല്ലാവരും എന്നെ വെറുത്തു. യേശു പറയും, ഇല്ല മോനെ, ഇല്ല മോളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്നെ ഞാൻ വെറുത്തിട്ടില്ല. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ തള്ളുകയില്ല, ഉപേക്ഷിക്കില്ല. ഇന്ന് രാത്രി ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, അപ്പാ ക്രൂശിൽ അങ്ങ് എന്നെ സമ്പന്നനാക്കാൻ അങ്ങ് ദരിദ്രനായി, അങ്ങയുടെ ജനനം ദാരിദ്ര്യത്തിൽ, ജീവിതം ദാരിദ്ര്യത്തിൽ, അപ്പൊ വളർച്ച ദാരിദ്ര്യത്തിൽ, മരണം ദരിദ്രനായി, അതേ കല്ലറ ദരിദ്രനായി മറ്റൊരു കല്ലറയിൽ. യേശുവേ, ഇതാ എനിക്ക് വേണ്ടി അങ്ങ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ രക്തത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രൂശിലേക്ക് ഞാൻ നോക്കുന്നു. ക്രൂശിന്റെ വചനം 1 കൊരിന്ത്യർ 1:18, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും
പറയുന്നു, യേശുവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. ഇന്ന് ഞാൻ കണ്ണടച്ചാലും, ഇന്നാണ് ഞാൻ മരിച്ചാൽ, യേശുവേ എനിക്ക് നിത്യ നരകം വേണ്ട, എനിക്ക് നിത്യത വേണം. യേശുവേ എൻ്റെ പേരും കൂടെ ചേർക്കണമേ.